എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന വെബ് പരമ്പരയുടെ 1669 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശോ. നന്ദി. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് മറ്റാരുമല്ല, നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഡോക്ടർ സുനിൽ രാജാണ്. ഡോക്ടർ KGHMOA എന്ന ഗവൺമെന്റ് ഹോമിയോപ്പതി ഡോക്ടർമാരുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ടൊക്കെ ഒരുപാട് വർഷം സേവനം അനുഷ്ഠിച്ച വ്യക്തിത്വമാണ്. അതുപോലെ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സൂപ്രണ്ട് തസ്തികയിൽ റിട്ടയർ ചെയ്ത ഡോക്ടറാണ്. നമുക്ക് നേരത്തെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇന്ന് ഡോക്ടർ എടുക്കുന്ന വിഷയം ഹോമിയോപ്പതി ചികിത്സയിൽ നോസോഡുകളുടെ പങ്ക് എന്നുള്ളതാണ്. നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഡോക്ടർ സുനിൽ രാജിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കും. ഡോക്ടറെ ക്ലാസ് കൊടുക്കും. Thank you, Dr. Shaila, Dr. Manoj, Dr. Danesh, IFPHന്റെ മറ്റ് ഭാരവാഹികളെ എല്ലാവർക്കും എൻ്റെ നന്ദി. എല്ലാവരെയും ഇന്നിവിടെ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഡോക്ടർ സാമുവൽ ഹനുമാൻ ഹോമിയോപ്പതി ശാസ്ത്രശാഖ മാനവരാശിക്ക് സംഭാവന ചെയ്തുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് മാനവരാശി, മനുഷ്യൻ ആരോഗ്യമായിട്ട് ജീവിക്കണമെന്നും അവർക്കുണ്ടാകുന്ന എല്ലാ അസുഖങ്ങളിൽ നിന്നും ശാശ്വതമായ മുക്തി ഉണ്ടാവണം എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ഈ ശാസ്ത്രശാഖ ലോകത്തിന് അവതരിപ്പിച്ചത്. അപ്പം അത് നമുക്കിപ്പോൾ ഒരു പേഷ്യൻ്റ് നമ്മുടെ ക്യാമ്പസിൽ കയറുമ്പോൾ തന്നെ നമ്മുടെ കേസ് സ്റ്റഡിങ് ആരംഭിക്കുകയാണ്. പല ഡോക്ടർമാരും പുറത്ത് CCTV വഴി എല്ലാം തന്നെ ഈ പേഷ്യൻസിൻ്റെ വരുന്നതെല്ലാം ഒബ്സർവ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. അപ്പോൾ കേസ് ടേക്കിംഗ് ആണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ശാസ്ത്രശാസ്ത്രത്തെ സംബന്ധിച്ച് കേസ് ടേക്കിംഗ് ഏറ്റവും പ്രധാനമാണ്. പിന്നെ നമ്മുടെ കൺസൾട്ടേഷൻ റൂമിൽ വന്നതിന് ശേഷം വരുന്ന അവരുടെ സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് സിംറ്റംസും, പിന്നെ അതുപോലെ തന്നെ ബൈസ്റ്റാൻഡറും മറ്റുള്ള ഒരു പറയുന്ന സിംറ്റംസും വളരെ പ്രധാനമാണ് നമുക്ക്. അപ്പോൾ നമ്മുടെ ഏറ്റവും കേസ് ടേക്കിങ്ങിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ആയുധങ്ങളെക്കുറിച്ചുള്ള അറിവും, നമ്മുടെ വെപ്പൺസ്. നമ്മൾ ഈ പുരാണങ്ങളിലൊക്കെ പറയാറുണ്ട്, ഈ അമ്പും വില്ലും അമ്പുകളെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ അതിനകത്ത് ദിവ്യാസ്ത്രത്തെക്കുറിച്ച് പറയാറുണ്ട്. പ്രത്യേക അസ്ത്രങ്ങൾ, ദേവന്മാര് വരമായി കൊടുക്കുന്ന അസ്ത്രങ്ങൾ. നോസോഡ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓരോ ദിവ്യാസ്ത്രത്തിനും തുല്യമാണ്. ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അത് ഷെയർ ചെയ്യട്ടെ ഡോക്ടറെ? ഷെയർ ചെയ്യട്ടെ? അത് വന്നില്ല ഡോക്ടറെ, ഷെയർ ചെയ്യട്ടെ? ഡോക്ടർ കോഹോസ്റ്റ് അല്ലേ? കോഹോസ്റ്റ് ആക്കിയില്ലേ? ആണല്ലോ. ഒന്നുകൂടെ ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ചെയ്യാം. Repeat the experiments. Participants can ഇനി ഫയൽ ഓപ്പൺ ചെയ്യാം ഡോക്ടറെ. അതെ, റോൾ ഓഫ് നോ സോഴ്സസ് PowerPoint. ഓക്കെ വന്നു ഡോക്ടർ. ഓക്കെ. ഡോക്ടർ സുനിൽ രാജ്.
നമ്മുടെ ഹോമിയോപ്പതി ചികിത്സയിൽ നോസോട്സ് വഹിക്കുന്ന പങ്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഓർഗനോൺ മെഡിസിൻ വിട്ടൊരു കളിയില്ലെന്നുള്ളതാണ് നമ്മുടെ ശാസ്ത്രശാഖയിൽ. അതിൽ ഫസ്റ്റ് അബോർഷൻ തന്നെ പറയുന്നത് ഫിസിഷ്യൻസ് ഹൈ ആൻഡ് ഓൺലി മിഷൻ ഈസ് ടു റിസ്റ്റോർ ദ സിക്ക് ടു ഹെൽത്ത്, ടു ക്യൂർ ആസ് ഇറ്റ് ഈസ് ടേംഡ്. Second abortion, the highest ideal of cure is rapid, gentle, permanent restoration of the health, or removal and annihilation of disease in its whole extent, in the shortest, most reliable and most harmless way, and easily comprehensible principle. മൂന്നാമത്തെ അബോർഷൻ തന്നെ പറയുന്നത് നമ്മുടെ നോളജ് ഓഫ് ഡിസീസ് ആൻഡ് ഇൻഡിക്കേഷൻ, knowledge of medicinal powers, choice of the remedy, the medicine indicated, proper dose, proper period of repeating dose, and obstacles to recovery in each case, and is aware how to apply it. സോ നമുക്ക് അതാണ് ഈ നോസോട്സിൻ്റെ ഏറ്റവും 6ാമത്തെ പോയിന്റിലാണ് നമ്മുടെ നോസോട്സ് എന്നിപ്പോൾ വരുന്നത്. നമ്മുടെ ചികിത്സയിൽ അത് അക്യൂട്ട് കേസുകളായാലും ശരി, ക്രോണിക് കേസുകളായാലും ശരി തന്നെ, അതിലെപ്പോഴെങ്കിലും നമ്മൾ ഏറ്റവും കഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത റെമഡി അതിൻ്റെ സുഗമമായ ആക്ഷൻ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ഈ നോസോട്സിൻ്റെ സഹായം നമുക്ക് ഏറ്റവും പ്രധാനമാണ്. കഴിഞ്ഞ സെഷനിൽ ഞാൻ ഫീവറിനെ കുറിച്ച് പറയുമ്പോൾ അന്ന് നോസോട്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. നോസോട്സിൻ്റെയും പിന്നെ ആൻറ്റിമയസിമാറ്റിക് ഡ്രഗ്സിൻ്റെയും കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ്റെയും ഇമ്പോർട്ടൻസ് പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ്, അതാണ് ഇന്ന് നോസോട്സിന് കൂടുതലും ഞാൻ സ്ട്രെസ് ചെയ്യാനുള്ള കാരണവും അത് തന്നെയാണ്. സോ നോസോട്സ് എന്ന് പറയുന്നത് റെമഡീസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം diseased tissues or excretions of living organisms, plant ആവാം, animals ആവാം, and bacterial or viral products. The remedies which are prepared from disease producing agents, disease producers, or disease parts of human beings, lower animals or plants are called nosodes. എന്തിനൊക്കെയാണ്, ഏതെല്ലാം അവസ്ഥയിലാണ് നോസോട്സ് ഉപയോഗിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. നോസോട്സിന്റെ പ്രധാന ലക്ഷ്യം തന്നെ, നമ്മൾ പ്രധാനമായിട്ട് നോസോട്സ് ഉപയോഗിക്കുന്നത് തന്നെ ടു എറോസ് ദി വൈറ്റൽ ഫോഴ്സ്. നമുക്കറിയാം വൈറ്റൽ ഫോഴ്സിനെ ഡൈനാമിക് പ്ലെയിനിൽ ഡിറേഞ്ച്മെന്റ് വരുത്തിക്കൊണ്ടാണ് ഓരോ മോർബിഫിക് ഏജൻസും നമ്മളെ രോഗിയാക്കി മാറ്റുന്നത്, നമ്മുടെ ഡിസീസ് കണ്ടീഷനിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ടോട്ടാലിറ്റി ഓഫ് സിംറ്റംസ് കളക്ട് ചെയ്ത് സിമിലിയമം വഴി നമ്മൾ മെഡിസിൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് ശരിയായ രീതിയിൽ അതിന് ആക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും ആ വൈറ്റൽ ഫോഴ്സിനെ എറോസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിന് നോസോട്സിൻ്റെ ക്യാൻ ബി യൂസ്ഡ് പ്രധാനമായിട്ടും വെൻ ദ വെൽ സെലക്ടഡ് റെമഡീസ് ഫെയിൽ ടു ആക്ട്, റിലീവ് ഓർ പെർമനൻ്റ്ലി ഇംപ്രൂവ്. വെൻ ദ ഇംപ്രൂവ്മെൻറ്റ് ഈസ് ലോ, നമ്മൾ വിചാരിച്ച പോലെ ആക്ഷൻ ആ കേസിൽ കിട്ടുന്നില്ലെങ്കിൽ നോസോട്സിൻ്റെ സഹായം നമുക്ക് കൈപ്പറ്റാവുന്നതാണ്. വെൻ ദർ ഇസ് നോ ക്ലിയർ കട്ട് പിക്ചർ ഓഫ് ദി ഡിസീസ്, നമ്മൾ എടുക്കുന്ന കേസിനകത്ത് നമുക്കൊരു ക്ലിയർ കട്ട് പിക്ചർ കിട്ടുന്നില്ലെങ്കിലും നോസോട്സ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയും. വെൻ ദർ ഈസ് സപ്രഷൻ ഓഫ് സിംറ്റംസ്, പിന്നെ ചില കേസുകൾ വന്ന് പറയാറുണ്ട് നെവർ വെൽ സിൻസ് ദ ലാസ്റ്റ് അറ്റാക്ക് ഓഫ് ഇൽനെസ്, മലേറിയയോ ടൈഫോയിഡോ ഒക്കെ വന്നതിന് ശേഷം പിന്നെ ആ രോഗി കൂടെ ഓരോ അസുഖങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ അതിനുശേഷം ആരോഗ്യം മെച്ചപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ നോസോട്സിൻ്റെ സഹായം തേടാവുന്നതാണ്. അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് ഡിസീസസ് ആസ് എ ജീനസ് എപ്പിഡമിക്കസ് ആയിട്ടും നോസോട്സ് ഉപയോഗിക്കാറുണ്ട്. The genus of homeopathy Stoklos തന്നെ പറയുന്നുണ്ട് നോസോട്സ് ടു ബി റിമെമ്പർഡ് ആസ് ഇന്റർകൺ റെമഡീസ് ഇൻ കേസ് വെയർ ദി ലേറ്റന്റ് ഡിസീസസ് represented by the nosodes are present as shown by the existent symptoms or by the history and previous symptoms of the case. ആ കേസുകളിൽ ഈ വ്യക്തമായ നോസോട്സിൻ്റെ ലേറ്റഡ് ഡിസീസസിൻ്റെ ഒരു പിക്ചർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നോസോട്സ് ഉപയോഗിക്കാവുന്നതാണ്. നോസോട്സ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എ സിംഗിൾ ഡോസ് ഓഫ് അപ്രോപ്രിയറ്റ് നോസോഡ് ഇൻ എ മോഡറേറ്റ്ലി ഹൈ പൊട്ടൻസി വിൽ ക്ലിയർ അപ്പ് ദി കേസ്. പ്രത്യേകം നോട്ട് ചെയ്യുക, എ സിംഗിൾ ഡോസ് ഓഫ് ദി അപ്രോപ്രിയറ്റ് നോസോഡ് ഇൻ എ മോഡറേറ്റ്ലി ഹൈ പൊട്ടൻസി. വലിയ പൊട്ടൻസി, ഏറ്റവും വലിയ പൊട്ടൻസിയും പാടില്ല, തീരെ ലോവർ പൊട്ടൻസിയും പാടില്ല, ഒരു മോഡറേറ്റ്ലി ഹൈ പൊട്ടൻസി ഉപയോഗിക്കാവുന്നതാണ്. അതും സിംഗിൾ ഡോസ് മാത്രം. നമ്മുടെ പ്രധാനപ്പെട്ട നോസോട്സ് ഹ്യൂമൻ ബീങ്സിൻ്റെ ഡിസീസ് പ്രൊഡക്ട്സ് എന്ന എല്ലാ നോസോട്സും പറയുന്നില്ല, പ്രധാനപ്പെട്ട നോസോട്സ് ഒന്ന് സോറിനം ഫ്രം ദി പ്രോഡക്റ്റ് ഓഫ് സോറിക് വൈറസ്, ദാറ്റ് ഈസ് ഇച്ച് എറപ്ഷൻസ്.
Then tuberculum basilinum, pus from the tubercle abscess. Basilinum from tuberculous sputum. Medorinum from gonorrheal virus. Syphilinum or luticum from the syphilitic germs. Then variolinum, lymph from smallpox pustules. Then carcinosin from the cancerous tissues. Carcinosin തയ്യാറാക്കുന്നത്. ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഇത് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. Nosodes from diseased products of animals. Ambragracia, morbid product of sperm whale. Then aviary, tuberculin virus of chicken. നമ്മളിപ്പോൾ ഈ ആലപ്പുഴയും മറ്റു ഭാഗങ്ങളിലൊക്കെ തന്നെ ഈ പക്ഷിപ്പനിയും ഡക്കുകളൊക്കെ ഒരുമിച്ച് നശിപ്പിക്കുമ്പോൾ ഇത്തരം മെഡിസിൻസിൻ്റെ പ്രാധാന്യം കൂടി നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ഒരുപാട് പക്ഷികൾ നമുക്ക് രക്ഷിക്കാൻ കഴിയും. Then hydrofemina or lysine from saliva of rabbit dog. Anthracinum, anthracene poison from spleen of affected sheep or cattle. Melandrinum, grease in horse. Grease എന്ന് പറയുന്ന ഈ ഹോഴ്സിന് വരുന്ന ഒരു സ്കിൻ ഡിസീസ് ആണ്. അതൊന്നും എടുക്കുന്ന ഗ്രീസ് പോലത്തെ സാധനം ഉപയോഗിച്ചാണ് മെലാൻഡ്രിൻ ഉണ്ടാക്കുന്നത്. ദെൻ ബോട്ടിലിനം, ടോക്സിൻസ് ഓഫ് ബേസിലസ് ബോട്ടിലിനം. Nosodes from plant products. അതിലകത്ത് ഏറ്റവും പ്രധാനം സെക്കേലിക്കോർ from a fungus growing upon the seeds of Secale cereal. അതിൽ ഒസ്റ്റിലാഗോ from a fungus growing on the stem grains of Indian corn. അത് ഏറ്റവും നല്ല നമ്മുടെ മെറ്റീരിയൽ ഏറ്റവും കൂടുതൽ റെപ്യൂട്ടേഷൻ മെഡിസിൻസ് ആണ് സെക്കേലിക്കോറും ഒസ്റ്റിലാഗോയും. Then other important nosodes ആണ് pertussin from the mucus containing whooping cough virus, morbillinum from measles virus, scirinum from xerus cancer, then pyrogenium from decomposed lean beef. നമ്മൾ എപ്പോഴും മനസ്സിലാക്കാനുള്ള ഈ നോസോഡ്സ് എന്ന് പറയുന്ന എല്ലാം തന്നെ ഇത്തരം ഡിസീസ്ഡ് പ്രോഡക്ട്സ് നിൽക്കുന്ന റെമഡീസ് ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ഉപയോഗം വളരെ കർശനമായിട്ടും വളരെ സൂക്ഷിച്ചും, കാര്യം ഇതൊരു ഷാർപ്പ് ഇൻസ്ട്രുമെന്റ് പോലെയാണ്, ഇത് വളരെ സൂക്ഷിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന മെഡിസിൻസുമാണ് ഇതൊക്കെ. അവർ പേടിച്ച് മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് ഡോസിൽ നമ്മുടെ ഒരു ഡോസ് സിംഗിൾ മെഡിസിൻ കൊടുത്തുകൊണ്ട് നമുക്ക് പല കേസുകളും നമുക്ക് നമ്മുടെ വൈറ്റൽ ഫോഴ്സിനെ എറോസ് ചെയ്യാൻ കഴിയും. ഞാൻ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട നോസോഡ്സിലോ ഫസ്റ്റായിട്ട് ഞാൻ പറഞ്ഞത് സോറിനമാണ്. സോറിനം എന്ന് പറയുന്ന മെഡിസിൻ നമുക്കറിയാം, നമ്മുടെ ക്ലിനിക്കിനകത്ത് ഏറ്റവും വേണ്ട ഒരു മരുന്നാണ് സോറിനം. സോറിനം ഇല്ലാത്ത ഒരു അത് ക്ലിനിക്കാവുകയില്ല. അത് സ്കാബീസ് വെസിക്കിളിൽ നിന്നാണ് സോറിനം എടുക്കുന്നത്. സോറിനത്തിൻ്റെ സിംറ്റംസ് നമുക്കറിയാം: എയിൽമെന്റ്സ് ഫ്രം സപ്രസ്ഡ് ഇച്ച് ഓർ അതർ സ്കിൻ കണ്ടീഷൻസ്, അലർജിക് ടു ക്ലൈമറ്റ്, എൻവയോൺമെന്റ്, ഡസ്റ്റ്, പോളൻ, അങ്ങനെ പല എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് ഉണ്ടാകുന്ന അലർജിക്ക് ഏറ്റവും ബെസ്റ്റ് മെഡിസിനാണ് സോറിനം. ദെൻ മൈൻഡ്, സോറിനത്തിൻ്റെ മൈൻഡ് എന്ന് പറയുന്നത് നെർവസ് ആണ്, ആങ്ഷ്യസ് ആണ്, ഫുൾ ഓഫ് ഫിയർ, റെസ്റ്റ്ലെസ്. അതിൻ്റെ മുഴുവൻ പിക്ചർ ഞാൻ ഇടുന്നില്ല, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. Then Sorinum is great sensitive to cold air or change of weather. Then prefers covering even when with profuse perspiration. Then body has a filthy smell. All the secretions of Sorinum have a carrion-like odor. നമുക്കറിയാം, ഒരു ഡീകമ്പോസ്ഡ്, ഒരു അഴുകിയ മണമാണ് സോറിനം സെക്രേഷൻസിനെല്ലാം തന്നെ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സിംറ്റമാണ് ഹംഗ്രി ഇൻ ദ മിഡിൽ ഓഫ് നൈറ്റ്, മസ്റ്റ് ഹാവ് സംതിങ് ടു ഈറ്റ്. പിന്നെ സോറിനം ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഒരു മെഡിസിനാണ് ഇറാഡിക്കേറ്റ്സ് ടെൻഡൻസി ടു ക്യുൻസി ടെൻഡൻസി എന്ന് ഒരു പേഷ്യൻറ്റിൻ്റെ രക്ഷിക്കുവാൻ, അങ്ങനെ ടെൻഡൻസി ഇറാഡിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മെഡിസിനാണ് സോറിനം. പിന്നെ നമുക്കറിയാം, ഈ സോറ കേസുകളിലൊക്കെ തന്നെ ഏറ്റവും പ്രധാനം ഇൻടോളറൻസ് ഇച്ചിങ് ഉണ്ടാവും, ഇൻടോളറൻറ്റ് അൾസേഴ്സ് ഉണ്ടാവും. വളരെ സ്ലോ ടു ഹീലാണ് ഈ അൾസേഴ്സ് ഒക്കെ. ഇങ്ങനെയുള്ള കേസുകളിൽ വരുന്ന അൾസേഴ്സ് ഒക്കെ തന്നെ വളരെ സ്ലോ ആയിട്ട് ഹീൽ ചെയ്യുന്ന അൾസേഴ്സ് ആണ് ഇത്തരം സോറിനം വരുന്ന കേസുകളിൽ. ഞാനൊരു കേസിൻ്റെ മുഴുവൻ റിപ്പോർട്ട്സ് വയ്ക്കുന്നില്ല, ഞാൻ അതിനകത്ത് കേസൊന്ന് സൂചിപ്പിച്ചു പോകുന്നേ ഉള്ളൂ. മിസ്റ്റർ എക്സ് 52 വയസ്സുള്ള ആള്. നമുക്കറിയാം, നമ്മൾ ഈ ചിക്കൻ ബോക്സ് കേസുകളിലൊക്കെ തന്നെ നമുക്ക് ഒരുപാട് കേസുകൾ, നമ്മുടെ അടുത്തുള്ള ചിക്കൻ ബോക്സ് കേസുകളും നമുക്ക് നഷ്ടപ്പെട്ടു പോകാറില്ല. കാര്യം അവരെല്ലാം തന്നെ വളരെ സുഖം പ്രാപിച്ചു പോകുന്ന അവസ്ഥയാണ് എൻ്റെ പ്രാക്ടീസിനകത്ത് മുഴുവൻ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ബോക്സ് കേസുകളിൽ നമ്മൾ കൂടുതലും നമ്മൾ റെസ്റ്റോക്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. റെസ്റ്റോക്സ് ഏറ്റവും നല്ല മെഡിസിനാണ് ചിക്കൻ ബോക്സിന്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, വളരെ മൈന്യൂട്ട് ഡോസേ കൊടുക്കാറുള്ളൂ. സിയർബാസിക്സ് ആണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്ന
പിന്നെ അതിനകത്ത് നമ്മൾ സഹായിക്കുന്ന മെഡിസിൻ ആൻറ്റിംടാട്ട്, പിന്നെ ആഴ്സാൽബ്, ഹെപ്പാർ, മക്സോളൊക്കെയാണ് കൂടുതലും നമ്മളെ ഇങ്ങനെയുള്ള മിക്കവാറും കേസുകളിൽ. ഇപ്പോൾ ചിക്കൻ ബോക്സ് കേസുകളിൽ നമ്മൾ റെസ്റ്റോക്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെല്ല് കൊടുത്തു കഴിഞ്ഞാൽ ബെല്ലും നല്ലതാണ്, പക്ഷേ വളരെ മിനിമം ഡോസേ പാടുള്ളൂ. റെസ്റ്റോക്സിൻ്റെ ആ ടിപ്പിക്കൽ ബേസിക്കളും എല്ലാം നോക്കുമ്പോൾ റെസ്റ്റോക്സ് ആണ് കൂടുതൽ കേസുകൾ കവർ ചെയ്യുന്നത്. അതിനുശേഷം വരുന്ന ചുമയോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ക്രസ് ഫോർമേഷനൊക്കെ വരുന്ന സമയത്ത് ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോഴത്തേന് കേസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ചുമയും മാറും, ഇറപ്ഷൻസും കുറയാറുണ്ട്. പിന്നെ ചില കേസുകളിൽ ഭയങ്കര ഇച്ചിങ്ങും ഉറക്കമില്ല, രാത്രി ടെമ്പറേച്ചർ വെളുപ്പിനൊക്കെ ടെമ്പറേച്ചർ കൂടുന്ന അവസ്ഥ കാണുകയാണെങ്കിൽ മിക്കവാറും ആഴ്സാൽബ് സിറോപാർസിക്സിൽ ഞാൻ നല്ല റിസൾട്ട് കിട്ടാറുണ്ട് ചിക്കൻ ബോക്സ് കേസുകളിൽ. പിന്നുള്ളത് ഈ വെസിക്കിൾസ് തന്നെ നല്ല പെയിൻഫുൾ വെസിക്കിൾസ് ആണെങ്കിൽ ഹെപ്പാർ നല്ല മെഡിസിനാണ് ചിക്കൻ ബോക്സ് കേസുകളിൽ. മക്സോളും സിലീഷ്യയൊക്കെ തന്നെ നല്ല മെഡിസിൻസ് ആണ് ഇതിനകത്തൊക്കെ തന്നെ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു കേസ്, 52 വയസ്സുള്ള ഒരു മിസ്റ്റർ എക്സ്, ഞങ്ങളുടെ വീടിന് കുറച്ചടുത്താണ് അവരുടെ താമസിച്ചത്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് ഒരു പ്രാവശ്യം പുള്ളിയിൽ ഹോമിയോയിൽ വലിയ വിശ്വാസമൊന്നുമില്ല. കാരണം നമുക്കറിയാം, നമ്മളെ ഹോമിയോയിൽ ചിക്കൻ ബോക്സ് കേസുകൾ കാണിക്കാൻ വരുമ്പോൾ ഫസ്റ്റ് കേസിൽ ആ വീട്ടുകാർ ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും. അവർ എന്ത് ചെയ്യണം, എന്ത് കൊടുക്കണം, എന്ത് കൊടുക്കണ്ട, ഒരു തലവേദനയാണ് ഫസ്റ്റ് വരുന്ന ദിവസം. അപ്പോൾ നമ്മുടെ പ്രിവെൻറ്റീവ് മേടിക്കും. പ്രിവെൻറ്റീവ് വാങ്ങിച്ചിട്ട് മറ്റുള്ളവർക്കുള്ള പ്രിവെൻറ്റീവ് വാങ്ങിച്ചിട്ടായിരിക്കും പോകുന്നു പല കേസുകളും. അതിൽ അതിനകത്ത് പലരും ചിലപ്പോൾ വീടുകളിൽ ചിലപ്പോൾ ചില പ്രിവെൻറ്റീവ് കഴിക്കില്ല, ചിലർക്ക് പ്രിവെൻറ്റീവ് കഴിച്ചാൽ പിന്നെയും വരും, പക്ഷെ വളരെ മൈൽഡ് അറ്റാക്ക് ആയിരിക്കും. പിന്നെ അവർക്ക് ഇതൊരു അവരുടെ യൂഷ്വൽ ഒരു പനി, ഒരു ചെറിയൊരു തുമ്മൽ പോലെ പിന്നെ ട്രീറ്റ് ചെയ്യുന്നു. ഒരു ഫസ്റ്റ് കേസ് മാത്രമേ ആങ്സൈറ്റി ഉള്ളൂ, പിന്നെ ബാക്കി കേസുകൾ വളരെ കെയർലെസ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നു. അത് നമ്മൾ മിക്കവാറും എല്ലാവരുടെ എക്സ്പീരിയൻസ് അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കേസ് ഇയാൾ ഹോമിയോ മെഡിസിൻ കഴിക്കുന്ന ആളൊന്നുമല്ല. അയാളുടെ വീട്ടിലൊരു കേസ് വന്നു, മരുന്ന് വാങ്ങിച്ചിട്ട് പോയി. ആ കുട്ടി കുളിച്ചു. അതിനുശേഷം ഇയാൾ പ്രിവെൻറ്റീവ് വാങ്ങിച്ചിട്ട് പോയി. കഴിച്ചോന്ന് എനിക്കറിയാൻ വയ്യ, പക്ഷെ ഒരു കറക്റ്റ് 14 days കഴിയുമ്പോൾ അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ചിക്കൻ ബോക്സ് വന്നു. അയാളത് വളരെ കെയർലെസ് ആയിട്ട് കയറി നിന്നു. എന്തായാലും അത് ഒരു ദിവസം രാത്രി അയാളുടെ മകൻ വന്ന് എന്നെ വിളിക്കുകയാണ്. എൻ്റെ പ്രാക്ടീസ് കഴിഞ്ഞപ്പോൾ വിളിച്ചു, ഡോക്ടറെ അച്ഛനെ ഒന്ന് കാണണം, വളരെ കണ്ടീഷൻ വളരെ മോശമാണ്, ഈ അവസ്ഥയിൽ ഒരു ഡോക്ടർമാരും വരത്തില്ല. പിന്നെ ഡോക്ടർ ചിക്കൻ ബോക്സ് കേസിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള എല്ലാവരും ഇവിടെ ഒന്ന് കാണിക്കാൻ ഡോക്ടർ ഒന്ന് വന്ന് നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും പോയി. കാര്യം ഞങ്ങളുടെ ഒരു കിലോമീറ്റർ അടുത്തുള്ള വീടാണ്. ഞാൻ പോയി. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ആ മുറി കംപ്ലീറ്റ് അടച്ചിരിക്കുകയാണ്. കാര്യം ഇയാൾ പറയുന്നുണ്ട് എനിക്ക് കാറ്റ് ഒട്ടും വേണ്ട എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ വളരെ മൂടി പൊതച്ച് വിയർത്ത് കുളിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മുറി കയറാൻ പറ്റുന്നില്ല. ഒരു അഴുകിയ മണം, ആ മുറിക്കകത്ത് തന്നെ ഒരു അഴുകിയ മണം. ഞാൻ ആ വെസിക്കിൾസ് നോക്കുമ്പോൾ എല്ലാം പഴുത്ത് ഒരു വല്ലാത്ത കണ്ടീഷൻ. ദേഹം മുഴുവൻ ഈ പഴുത്ത കുരുക്കളാണ്, എല്ലാം പഴുപ്പ് നിറഞ്ഞ് വല്ലാത്ത സ്മെല്ലുമായിട്ടിരിക്കുക. ഞാൻ ഒരു ഡോസ് അയാളുടെ മകൻ വരാൻ പറഞ്ഞു, എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. തിരിച്ചു വന്നിട്ട് ഒരു 4 പെല്ലറ്റ് സോറിനം 1000 ഒരു 4 പെല്ലറ്റ് മാത്രം കൊടുത്തു വിട്ടു. എന്നിട്ട് ബാക്കി ജനറൽ കണ്ടീഷൻസ് മുഴുവൻ നന്നാക്കാൻ പറഞ്ഞു. കാര്യം ഇതെല്ലാം മുറിയെല്ലാം തുറന്നിട്ട് നല്ല കാറ്റും പിടിച്ചുള്ള മുറിയിൽ കിടത്തുക, പിന്നെ വേപ്പിൻ്റെ ഇല ഉപയോഗിക്കുക, ധാരാളം വെള്ളം കുടിക്കാൻ കൊടുക്കുക, എല്ലാം ബാക്കി ജനറൽ കണ്ടീഷൻസ് മുഴുവൻ മുറിവാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ കുറച്ച് പ്ലാസിപ്പയും കൊടുത്തു വിട്ടു. പിന്നെ അവരൊന്നും വിളിച്ചില്ല. പിന്നെ അവരാരും ഞാൻ വിചാരിച്ച എന്താണെന്നും അറിയാൻ വയ്യ, പക്ഷെ അത് പിന്നെ ഞാനത് വിട്ടുപോയത്. പിന്നെ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അയാളുടെ മകൻ വന്നിട്ട് അച്ഛനെ കുളിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കാൻ വന്നത്. കുളിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാനാണ് വന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ആ ഒരു സോറിനം 1000 ഒരു 4 പെല്ലറ്റ്, ചെറിയ പെല്ലറ്റ് ചെയ്ത ആ അത്ഭുതകരമായ ഒരു ക്യൂർ. പക്ഷെ അവരാരും ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് എത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് അവരത് മനസ്സിലാക്കുന്നു. പക്ഷെ പിന്നെ പ്ലാസിബോ എന്ന് പറയുന്ന അവർക്ക് ഒരു മരുന്നായിട്ടായിരിക്കും അവർ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അത്രയും മരുന്ന് കഴിച്ചെന്നുള്ളൊരു തോന്നലുണ്ടാകും. പക്ഷെ നമ്മൾ മനസ്സിലാക്കാനുള്ള ആ സോറിനം 1000 എന്ന് പറയുന്ന ഒരൊറ്റ ഡോസ് ആ കേസിലുണ്ടാക്കിയ ക്യൂറാണ്. ഇതൊക്കെ മിറക്കിൾസ് തന്നെയാണ്, അത് സംശയമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ പല കേസുകളുള്ള ഒരു കേസ് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. അടുത്ത ഞാൻ പറയുന്ന നോസോഡ് ട്യൂബർക്കുലിനാണ്. ട്യൂബർക്കുലിൻ പ്രിപ്പറേഷൻ നമുക്കറിയാം, പാസ് ഫ്രം ദി ട്യൂബർക്കുലർ ആബ്സസ്. അത് നമ്മൾ വരുന്ന കേസുകളെന്ന് വെച്ചാൽ, ഒന്ന് ഇൻസിപ്പിയൻ ട്യൂബർക്കുലോസ്. ട്യൂബർക്കുലോസിൻ്റെ ഏർലി സ്റ്റേജിൻ്റെ സിംറ്റംസ് ഉള്ള സമയത്താണ് ഇത് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. പിന്നെ ട്യൂബർക്കുലിനത്തിൻ്റെ പിക്ചർ നമുക്കറിയാം, മൈൻഡ് എന്ന് വെച്ചാൽ ഇൻ്റലിജൻ്റ് ആണ്, അവർ ആക്റ്റീവാണ്, വളരെ സുന്ദരനും സുന്ദരിമാരൊക്കെ ആയിരിക്കും.
പ്രിക്കോഷ്യസ് മെന്റലി, ഇവർ വളരെ കോഷ്യസ് ആണ് പല കാര്യങ്ങളിലും. പിന്നെ ഫിയർ ഓഫ് ഡോഗ്സ്, ആനിമൽസ്, അവർക്ക് ഈ എല്ലാ മൃഗങ്ങളോടും പ്രത്യേകിച്ച് നായകളോട് ഭയങ്കര പേടിയായിരിക്കും. ടോൾ, സ്ലിം, അവരുടെ ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, നല്ല ഏകദേശം ടോൾ ആയിരിക്കും, സ്ലിം ആയിരിക്കും, നാരോ ചെസ്റ്റഡ്, ലൈറ്റ് കോംപ്ലക്ഷൻ, ബ്ലൂ ഐസ്, ബ്ലോണ്ട്, എലഗന്റ്, റിഫൈൻഡ് പേഴ്സണാലിറ്റി. പക്ഷെ അവർ അണ്ടർനറിഷ്ഡ് ആയിരിക്കും, അവരുടെ ആ ഒരു പിക്ചർ അതായിരിക്കും. നമുക്കറിയാം ചില കുട്ടികളൊക്കെ നമ്മുടെ റൂമിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഒരു സെക്കൻഡ്, ഒരു പരിചയമില്ലാത്ത റൂമാണെങ്കിൽ ഫസ്റ്റ് ടൈം വന്നാൽ പോലും അവർ ഒരു സെക്കൻഡ് അടങ്ങിയിരിക്കത്തില്ല. അങ്ങനെയുള്ള കേസുകൾ നോക്കി വെച്ചേക്കും നമ്മൾ. അത് ട്യൂബർക്കുലിനകത്ത് നമ്മൾ പിന്നെ ഏതെങ്കിലും ദിവസങ്ങളായിട്ട് വരുമ്പോൾ ട്യൂബർക്കുലിൻ കൊടുക്കാറുണ്ട്. ഒരു ഇടയ്ക്കൊരു ഇന്റർകറന്റ് ഡോസ് കൊടുക്കാറുണ്ട്. ടേക്സ് കോൾഡ് ഈസിലി, ഇമാസിയേഷൻ റാപ്പിഡ് ആൻഡ് പ്രൊനൗൺസ്ഡ്, ലൂസിങ് ഫ്ലഷ് വൈൽ ഈറ്റിംഗ് വെൽ. ചില പാരൻസ് പറയാണ്ട് ഡോക്ടറെ തിന്നും ഇഷ്ടം പോലെ, പക്ഷേ ഇവന്റെ ശരീരത്തൊന്നും കാണുന്നേ ഇല്ല പറയുന്ന കുട്ടികൾക്കെല്ലാം തന്നെ അവർക്ക് ഇടയ്ക്ക് ഒരു ഡോസ് ട്യൂബർക്കുലിൻ ഇന്റർകറന്റ് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല ഇമ്പ്രൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നുള്ള പിക്ചർ ക്രോപ്സ് ഓഫ് സ്മോൾ പെയിൻഫുൾ ബോയ്സ് സക്സസ്ഫുള്ളി അപ്പിയറിംഗ് ദി നോസിന്റെ മേളിൽ ഇങ്ങനെ ചെറിയ പെയിൻഫുൾ ബോയിൽസ്, ചെറിയ ചെറിയ ക്രോപ്സ് ഓഫ് സ്മോൾ പെയിൻഫുൾ ബോയിൽസ്, അതിനകത്തൊരു ഗ്രീൻ ആൻഡ് ഫീൽഡ് പസ്സും ഉണ്ടാവും. അങ്ങനെ വരുന്ന കേസുകളിലും നമുക്ക് മറ്റുള്ള അസുഖത്തിനെ ഡീൽ ചെയ്യുന്നതിനിടയ്ക്ക് ഇങ്ങനെയുള്ള സിംറ്റംസ് കാണുകയാണെങ്കിൽ ഇടയ്ക്ക് ഒരു ഡോസ് ട്യൂബർക്കുലിൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കേസുകളിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് മാറാറുണ്ട്. പിന്നെ സിംറ്റംസ് ആർ കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ്, സിംറ്റംസ് മാറിക്കൊണ്ടേയിരിക്കും. ട്യൂബർക്കുലിൻ കേസുകളിൽ ഏറ്റവും പ്രധാനം അതാണ്. അതിനകത്തൊരു കേസ് ഞാൻ പറയാം. അത് മാസ്റ്റർ വൈ, ഒരു കുട്ടിയാണ്, 10 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ അത് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നെ ചെറിയ ഒരു 3-4 വയസ്സ് തൊട്ട് എന്നെ കാണിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ഫീവർ റെക്കറന്റ് ഫോർ ദ ലാസ്റ്റ് 2 months, 2 മാസമായിട്ട് കുഞ്ഞിന് പനി, ആ കുട്ടിക്ക് പനി വന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ ആ കുട്ടിയാണെങ്കിൽ ലീനാണ്, ഒരു വീക്ക് ബോഡിയാണ്, ആക്റ്റീവാണ്. പക്ഷെ എന്നാലും വയ്യെങ്കിലും പനി കുറച്ച് കുറയുമ്പോൾ കളിക്കുന്ന ഒരു സ്വഭാവം, അടങ്ങിയിരിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനകത്ത് ഹൈ ESR ആൻഡ് CRP വാല്യൂസ്. ഞാൻ ബെല്ല കൊടുത്ത കേസിൽ, ബെല്ലും പിന്നെ ഫെറംബോ 616 അങ്ങനെ കൊടുക്കാറുണ്ട്. SOS ആയിട്ട് കൊടുക്കും. ടെമ്പറേച്ചർ കൂടുമ്പോൾ കൊടുക്കാൻ പറഞ്ഞ് കൊടുക്കുന്നതാണ് അവർക്ക്. പക്ഷെ അവർ എന്നെ കുട്ടിയെ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ എന്നാലും ഇവർക്ക് ഈ ഒരു മാസമായിട്ട് പനി നിൽക്കത്തുണ്ട്. അവർ പിന്നെ മറ്റൊരു സ്കൂൾ ഓഫ് മെഡിസിനിലേക്ക് പോയി. പക്ഷെ അവിടെ പോയും 2-3 ആഴ്ച അലോപ്പതി മെഡിസിൻസ് ഒക്കെ കൊടുത്തതിന് ശേഷം ഒരു 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം വന്നു തിരിച്ച് വീണ്ടും എൻ്റെ അടുത്ത്. 1 മാസത്തിന് ശേഷം എൻ്റെ അടുത്ത് വന്നു. ഡോക്ടറെ ഡോക്ടർ അന്ന് 1 മാസം കാണിക്കാൻ വന്നു. ഒരു രക്ഷയില്ല ഡോക്ടറെ, ഇങ്ങനെ മറ്റേതാണെങ്കിൽ അവൻ മരുന്ന് കഴിക്കാൻ വളരെ കഷ്ടപ്പെട്ട മരുന്ന് കൊടുക്കുന്നത്. അത് കഴിക്കുന്നുമുണ്ട്, പക്ഷെ എന്നാലും പിന്നെയും വരുന്നു. അവിടെ ചെല്ലുമ്പോൾ എല്ലാം വീണ്ടും ആ കോഴ്സ് വാങ്ങിച്ച് റിപ്പീറ്റ് ചെയ്യാൻ പറയാണ്. ഡോക്ടറെ എന്താ ചെയ്യാനുള്ളത്? ഇപ്പോൾ എക്സ്റേ എടുത്തു, അതിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ESRഉം CRP ആദ്യം ഒന്ന് കുറഞ്ഞു, മെഡിസിൻസ് മറ്റേ കൊടുത്തപ്പോൾ കുറഞ്ഞു. പക്ഷെ പിന്നെ അത് വീണ്ടും നല്ല ESR ഉണ്ട്, CRP വാല്യൂസും വളരെ ഹൈ ആണ്. പക്ഷെ കുട്ടിക്ക് വേറെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല ടെമ്പറേച്ചർ കൂടെ നല്ല ടെമ്പറേച്ചർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഞാൻ ഇങ്ങനെയുള്ള കുട്ടികളെ നോക്കി വെച്ചേക്കും. അപ്പോൾ അവർക്ക് ഒരു ഡോസ് ട്യൂബർക്കുലിൻ 1000 ഞാൻ കൊടുത്തു. ഈ പിക്ചർ വെച്ചിട്ടാണ് കൊടുത്ത്. അതിനുശേഷം ബെൽ 1000 ഒരു 3 ഡോസും ഒരു 3 ഡോസ് PL പ്ലാസിബോ SL തന്നെ ഒരു 3 ഡോസ് ഓൾട്ട് SOS ആണ് കൊടുക്കുന്നത് മിക്കവാറും കേസുകളിൽ. ട്യൂബർക്കുലിൻ കൊടുത്ത് പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു, ഇനി പനി വരാണെങ്കിൽ നിങ്ങൾ ഈ തന്ന മരുന്ന്, ആവശ്യം മരുന്ന് ഒന്ന് കൊടുക്കുക. അത് ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു പൊടി ഒരു 3-4 സ്പൂൺ വെള്ളത്തിനകത്ത് കലക്കിയിട്ട് 1 മണിക്കൂർ വെച്ച് കൊടുക്കാൻ പറയും. ആ ഒരു 4 സ്പൂൺ കലക്കിയത് 1 മണിക്കൂർ വെച്ച് 4-3 സ്പൂൺ കലക്കിയിട്ട് 1 മണിക്കൂർ വെച്ച് 2-3 പ്രാവശ്യം കൊടുക്കാൻ പറയും. പിന്നെ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെയും വരാണെങ്കിൽ രണ്ടാമത്തെ പൊടി പ്ലാസിബോ ആയിരിക്കും, അത് കൊടുക്കാൻ പറയും. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഈ പേഷ്യന്റ് പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ മരുന്ന് കഴിയാറായപ്പോൾ വന്നു, ഡോക്ടറെ ഫസ്റ്റ് ഇവിടെ നിന്ന് അന്ന് കൊടുത്ത മരുന്നിന് ശേഷം പിന്നെ ടെമ്പറേച്ചർ വന്നില്ല. എന്നാലും ഞങ്ങൾ ഒരു ചെറിയൊരു ടെമ്പറേച്ചർ കണ്ടപ്പോൾ ആ ബെല്ല് 1000 ഒരു ഡോസ് കൊടുത്ത് ബാക്കി 5 പൊടിയും വിട്ടിരിപ്പുണ്ടെന്നാണ് പറഞ്ഞു. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കണം, ആ ഒരു ട്യൂബർക്കുലിൻ എന്ന് പറയുന്ന മെഡിസിൻ ആ കേസിൽ വരുത്തിയ മാറ്റം, ആ കേസിനെ അതിൻ്റെ കറക്റ്റ് പാതയിലെത്തിച്ച് വൈറ്റൽ ഫോഴ്സിനെ റോസ് ചെയ്ത് അതിനെ നല്ല രീതിയിൽ വീണ്ടും ആ ബെല്ലിനൊരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനെ ആക്ട് ചെയ്യാവുന്ന രീതിയിൽ അത് ആ കേസിനെ എത്തിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ കുട്ടി അവൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ മാറി. അവൻ്റെ നല്ല പിന്നെ ആഹാരം കഴിക്കാനും എല്ലാ കാര്യങ്ങളിലും വലിയ നല്ല രീതിയിൽ തന്നെയാണ് ആ കേസ് പിന്നെ മുന്നോട്ട് പോയത്. അത് നമ്മൾ പല കേസുകൾ നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള മെഡിസിൻസ് കൊടുത്തു കഴിയുമ്പോൾ ആ കേസ് പിന്നെ പെട്ടെന്ന് അസുഖങ്ങൾ വരത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. അതാണ്
മറ്റുള്ള അസുഖങ്ങളിൽ നിന്നും ഒക്കെ ആ കുട്ടിക്ക് പിന്നെ രക്ഷയാണെന്നുള്ളതാണ്. ഇത് ഞാൻ അടുത്ത നോസോഡ് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ നോസോഡായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബേസിലിനമാണ്. ബേസിലിനം ഉണ്ടാക്കുന്ന നമുക്കറിയാം മാസറേഷൻ ഓഫ് എ ടിപ്പിക്കൽ ട്യൂബർകുലർ ഗ്ലാൻഡ്. Basilnum useful in the early stages of tubercular disease of glands, joints, skin and bones before thysis has developed. ആ പോയിന്റ് എപ്പോഴും നോട്ട് ചെയ്യുക. തൈസിസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മെഡിസിൻസ് നമ്മൾ ട്രൈ ചെയ്യാൻ പാടില്ല. മൈൻഡ് നമുക്കറിയാം ഒരു ടെസിറ്റൺ ആണ്. ഒന്നുകിൽ നിശബ്ദനായിരിക്കും, അല്ലെങ്കിൽ സ്നാപ്പിഷ് ആയിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കും, ഇറിറ്റബിൾ, മോറോസ്, വൈൻസ് ആൻഡ് കംപ്ലൈൻറ്റ്സ്. Indicated for the lungs of old people with chronic catarrhal condition and enfeebled pulmonary circulation. Catarrhal dyspnea, humid asthma, bubbling rales, and mucopollen expectoration often relieves congestion of lungs, thus paving way for other remedies in tuberculosis. ഇത്തരം കണ്ടീഷനിൽ നമ്മൾ ഇടയ്ക്ക് ഒരു ഡോസ്, ഇങ്ങനെയുള്ളൊരു കണ്ടീഷനകത്ത് നമ്മൾ ഇടയ്ക്ക് ഒരു ഡോസ് ബേസിലിന് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസ് നല്ല രീതിയിൽ ക്ലിയർ ആവുകയും പിന്നെ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ നല്ല ആക്ഷൻ കിട്ടുകയും ചെയ്യും. പിന്നെ സ്കിന്നിലാണെങ്കിൽ റിംഗ് വർംസും പിറ്റീരിയസിസും ഉണ്ടാവും. ഇതിൻ്റെ ബേസിലിനകത്തുള്ള ഒരു കേസ് സ്റ്റഡിയാണ്. അതൊരു 45 വയസ്സുള്ള ഒരു ലേഡിയാണ്, ഒരു ഫീമെയിൽ. അവരെന്നെ കാണിക്കാൻ വന്നത് സ്കിൻ ഇൻഫെക്ഷൻ ആണ്, റിംഗ് വർം ഇൻഫെക്ഷൻ ആയിട്ടാണ് വന്നത്. അവരുടെ കയ്യിൽ ഫോറാമിലൊരു റിംഗ് വർം ഇൻഫെക്ഷൻ ആയിട്ടാണ്. അവർ കുറേ ഓയിൽമെൻ്റൊക്കെ വാങ്ങിച്ച് തേച്ചു. അത് വലുതാവുന്നതല്ലാതെ ആദ്യം ഒരു 50 പൈസയുടെ സൈസ് ഉണ്ടായിരുന്ന സംഭവം ഇപ്പോൾ ഒരു വലിയ സൈസായി മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ചൊറിച്ചിലില്ല. ഞാൻ ഈ ബേസിലിന കേസുകളിലെ ചൊറിച്ചിലില്ലെങ്കിൽ ബേസിലിനെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യാറുണ്ട്. കഫ് വിത്ത് ഡിസ്കംഫർട്ട് ഫീലിംഗ് ഇൻ ചെസ്റ്റ്, സ്കാൻഡി എക്സ്പെർട്ടേഷൻ. പക്ഷെ അവർ പറഞ്ഞത് വെച്ചാൽ അവർക്ക് 3-4 മാസമായിട്ട് ചുമയുണ്ട്. അവരൊരു 3-4 കോഴ്സ് ആൻറ്റിബയോട്ടിക്സ് കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഫ് സാറ് നോക്കണ്ട, എനിക്ക് സ്കിന്നെ മാറ്റുന്നാൽ മതി. പല കേസുകൾ അങ്ങനെ പറയാറുണ്ട്. അത് എനിക്ക് ഈ സ്കിന്നൊന്ന് മാറ്റി തന്നാൽ മതി, കഫിനെ പറ്റി സാർ ആലോചിക്കുന്നുണ്ട്. കഫ് ഞാൻ ഇഷ്ടംപോലെ മരുന്ന്, ഇഷ്ടംപോലെ ഇപ്പോഴും കഫ് സിറപ്പൊക്കെ കിട്ടിയിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഡിസ്കംഫർട്ട് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചെറിയ സ്കാൻഡി ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് നെഞ്ചിനകത്ത് ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് ആ കേസ് ഞാൻ നോക്കുമ്പോൾ അവർക്ക് ആ ഒരു പിറ്റീറിയസിസ് ഉണ്ട്. അവരുടെ ആ ഫേസിൻ്റെ അല്ലെങ്കിൽ നെക്കിൻ്റെ സൈഡിലൊക്കെ ചെറിയ പിറ്റീറിയസ് എറപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാനതെല്ലാം കൂടെ വെച്ചിട്ട് ഇവരിങ്ങനെ പറയുകയും ചെയ്തത്, ചുമ സാറ് നോക്കണ്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാകും കാര്യം. അവർ എന്നാലും പിന്നൊന്നും പറയാൻ പോയില്ല. ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ബേസിലിനും 3 ഡോസാണ് കൊടുത്തത്. ബേസിലിനും 1000 3 ഡോസ് ഡെയിലി 1 ഡോസ് അറ്റ് ബെഡ് ടൈം 3 ദിവസം തുടർച്ചയായിട്ട് കഴിക്കാൻ പറഞ്ഞു. പിന്നെ പ്ലാസിബോയും PLO BT വരെ കൊടുക്കും. പിന്നെ കനല ഒഫീഷ്യൽ ടിഞ്ചർ ഡൈലൂഷൻ, ഞാനത് കനലിൽ ഉപയോഗിക്കുന്നതൊക്കെ തന്നെ ഒരു 4-5 സ്പൂൺ വെള്ളത്തിന്, അത് 1/2 ഗ്ലാസ് വെള്ളത്തിന് 4-5 തുള്ളി ഇട്ടിച്ചിട്ട് കഴുകാനേ പറയാറുള്ളൂ. കനലിൻ്റെ ടിഞ്ചർ നേരിട്ട് അപ്ലൈ ചെയ്യാൻ ഒരു കേസിൽ ഞാൻ അഡ്വൈസ് ചെയ്യാറില്ല. അപ്പോൾ അത് അങ്ങനെ കൊടുത്തു. ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ആ റിംഗ് വർമിൽ നല്ല മാറ്റം ഉണ്ടായിരുന്നു. വീണ്ടും വന്നു, SL കൊടുത്തു. പിന്നെ ഒരു 1-1.5 മാസം കഴിഞ്ഞപ്പം അവർ പിന്നെയും വന്നു. നല്ല മാറ്റമുണ്ട്, റിംഗ് വർം കംപ്ലീറ്റ് മാറി. പിറ്റീറിയസിസും പോയി. പിറ്റീറിയസിസ് തന്നെ പോകുമെന്നാണ് പറയുന്നത്, അതും കുറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു, സാറേ എന്തായാലും ഇപ്പം എൻ്റെ നെഞ്ചിലെ ഡിസ്കംഫേർട്ടും ചുമയെല്ലാം പൂർണ്ണമായിട്ടും മാറി എന്ന് അവരൊരു കോംപ്ലിമെൻ്റോട് പറഞ്ഞു. അതിനി അവരെന്ത് ഉദ്ദേശിച്ചെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും അവരതൊരു സന്തോഷമായിട്ടൊരു അവരത് നമ്മുടെ മെഡിസിൻ ആക്ഷനായിട്ട് അവർ എടുത്തിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും അവരത് പെട്ടെന്ന് തന്നെ സ്ട്രെസ് ചെയ്ത് പറയുകയും ചെയ്തു. ഇങ്ങനെ അതിന് എനിക്ക് നല്ല റിലീഫ് ഉണ്ട് സാർ എന്നൊരു കമൻറ്റും പറഞ്ഞു. ഏതായാലും ഇപ്പം നമ്മൾ ഈ പല കേസുകളും നോക്കുമ്പോൾ നമുക്കറിയാം, പക്ഷേ ഈ മെഡിസിൻ ഇന്ന ലങ്സിലും ആക്ഷൻ ഉണ്ട്, ഇത് ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ടെങ്കിലും പക്ഷെ പേഷ്യൻസ് പലരും കാണുന്നത് അങ്ങനെയല്ല. പേഷ്യൻസ് പലരും കാണുന്നത് അവർ കാണിക്കാൻ വരുന്ന അസുഖത്തിന് മാത്രം. പക്ഷേ അവരെല്ലാം മറ്റൊരു സ്കൂൾ ഓഫ് മെഡിസിൻസിലാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ലൈനിലാണ് അവരുടെ സംസാരവും അവരുടെ അപ്രോച്ചും എല്ലാം അങ്ങനെയാണ്. ചില പേഷ്യൻസ് മരുന്ന് വാങ്ങിച്ച് ചോദിക്കാൻ, സാറേ ചുമയ്ക്ക് ഇതിനകത്ത് മരുന്നുണ്ട് സാറേ, തലവേദനയ്ക്ക് മരുന്നുണ്ടോ, ഇതിലേതാ തലവേദന മരുന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് പേഷ്യൻസിനുള്ളത്. പക്ഷെ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം പലർക്കും പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയാണ് സംഭവം, നിങ്ങൾ അത് നോക്കണ്ട,
നിങ്ങളുടെ ഒരു ജനറൽ കണ്ടീഷനും നിങ്ങളുടെ മറ്റുള്ള അസുഖങ്ങൾക്കെല്ലാം മാറ്റം ഉണ്ടാവുമെന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ അതിനെപ്പറ്റി നോക്കാറില്ല, അവർ സംസാരിച്ചിട്ടുണ്ടെന്നായിരിക്കും. അടുത്ത മെഡിസിൻ മെഡോർണ ആണ്. ഞാൻ ഈ നോസോട്സിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട മെഡിസിൻ. കാര്യം നമ്മുടെ എല്ലാം ക്ലിനിക്കുകളിൽ ഏറ്റവും ആവശ്യം വേണ്ട നോസോട്സാണ് ഞാൻ ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. മെഡോർണ ആണ്. അത് ഗൊണോറിയൽ വൈറസ് ഉണ്ടാക്കുന്നതാണ് മെഡോർണ. മെഡോർണത്തിനകത്ത് അറിയാം, നമുക്ക് ട്യൂമേഴ്സ് അതിനകത്ത് ഒരു പിക്ചറാണ്, ഗ്രോത്തുകൾ ഉണ്ടാവും. പിന്നെ മൈൻഡാണ് ഹറീഡ് നേച്ചറാണ്, വെരി ഇംപേഷ്യൻറ്റ്, പീവിഷാണ്, ആൻറ്റിസിപ്പേറ്റ്സ് ഡെത്ത്, ഓൾവേസ് ആൻറ്റിസിപ്പേറ്റിംഗ് മോസ്റ്റ് സെൻസിറ്റീവ്ലി. അവരിത് ഇങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന മിക്കവാറും ചിലതൊക്കെ അങ്ങനെ നടക്കാറുണ്ട്. അതുകൊണ്ട് അവർ ഭയങ്കര അങ്ങനെ ഒരു ടെൻഷൻ, എപ്പോഴും ആങ്ഷ്യസ് ആയിരിക്കും അവർ. പിന്നെ വീക്ക് മെമ്മറിയാണ്, ഒരു പേരുകൾ വരെ മറന്നു പോകുന്നൊരു അവസ്ഥയാണ് മെഡോർണ കേസുകൾക്കുള്ളത്. ചിൽഡ്രൻ ആണെങ്കിൽ പെയിൽ, റാക്കറ്റിക്, ഡാഫ്ഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ഇൻ ഗ്രോത്ത്. നമ്മൾ ആ കുട്ടികൾ വരുമ്പോൾ തന്നെ നമ്മൾ ഒന്ന് വാച്ച് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഒരു നേച്ചറുള്ള കുട്ടിയാണെങ്കിൽ ഇവന് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരുമ്പോൾ മെഡോർണ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്ത അനുസരിച്ച് നല്ലതായിരിക്കും. ഗ്രേറ്റ് ഹീറ്റ് ആൻഡ് സോർനെസ് വിത്ത് എൻലാർജ്ഡ് ലിംഫാറ്റിക് ഗ്ലാൻഡ്സ്, ആർത്രൈറ്റിക്, റൊമാറ്റിക്, എസിക്വലി ഓഫ് സപ്രസ്ഡ് ഗൊണോറിയ. പിന്നെ വേറെ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് ബേണിംഗ് ഓഫ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. അത് കവറിങ് പ്രിഫർ ചെയ്യുന്നില്ലെങ്കിൽ മെഡോർണത്തിന് ഞാനത് കൂടുതൽ സ്ട്രെസ് ചെയ്ത് നോക്കാറുണ്ട്. ഒരു കൈയിൻ്റെ എന്ത് ഡോക്ടറെ? ഹലോ, ഞാനേ ഔട്ടായി പോയെന്ന് ഹോസ്റ്റ് ആക്കാൻ വേണ്ടി ഹ്യൂബർട്ട് ഡോക്ടറെ വിളിച്ച് പറഞ്ഞു. ഓക്കെ ഡോക്ടറെ, ഓക്കെ. ഞാൻ കേൾക്കുന്നുണ്ടല്ലോ ഡോക്ടറെ, ക്ലിയർ അല്ലേ? ആണ്, പക്ഷെ ഇനി ഞാൻ അഥവാ മ്യൂട്ട് ചെയ്താൽ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യണം ഡോക്ടറെ? അല്ല, ഡോക്ടർ ഒന്നും ചെയ്യണ്ട, ഹ്യൂബർട്ട് ഡോക്ടറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡോക്ടർ. അപ്പം ബേണിംഗ് ഓഫ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്, ഈ അടിക്കാലും കൈക്ക് ഉള്ള കൈയിലും സോളും ഫീറ്റൊക്കെ നല്ല പോച്ചലുണ്ട്, അവരെ കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, മെഡോർണ നമുക്ക് ആലോചിക്കാവുന്നതാണ്. പിന്നെ യൂറിനറി കംപ്ലൈൻസ് ഉണ്ടാവും, സിവിയർ പെയിൻ ഇൻ ദ റീനൽ റീജിയൻ, റീനൽ കോളിക്ക്, ഹൈ കളർഡ് യൂറിനാണ്, ഹിസ്റ്ററി ഓഫ് സൈക്കോസിസ്. ഇതൊരു സൈക്കോട്ടിക് മെഡിസിൻ ആണ് മെഡോർണ. ദെൻ ഇൻസാറ്റിബിൾ ക്രേവിംഗ് ഫോർ ലിക്വർ, ഐസ്, ആസിഡ്സ്, അങ്ങനെയുള്ള ഇതിനോട് പ്രത്യേകിച്ച് ഒരു ഇൻസാറ്റിബിൾ ക്രേവിംഗ് ആണ്. പിന്നെ ഡിഫോമിറ്റി ഓഫ് ജോയിൻറ്റ്സ്, ലാർജ് പഫി നെക്കിൾ, ആങ്കിൾ, പെയിൻ ഹീൽസ്, പെയിൻ ഇൻ ബോൾസ് ഓഫ് ഫീറ്റ്. ദെൻ എല്ലാ ഡിസ്ചാർജുകൾക്കും ഒരു ഫിഷ് ബ്രൈൻ ഓർഡർ ആയിരിക്കും. മെഡോർണ നമുക്കറിയാം സൈക്കോട്ടിക് മെഡിസിൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ആ സൈക്കോട്ടിക് മെഡിസിൻ്റെ എല്ലാ പിക്ചറും അതിനകത്തുണ്ടാവും. ഈ പിക്ചർ എല്ലാം വരുന്ന കേസുകളിൽ നമ്മളെപ്പോഴും നമ്മളൊരു സാധാരണ ഒരു അസുഖത്തിന് കേസ് എടുക്കുമ്പോൾ തന്നെ, ഒരു അക്യൂട്ട് ഡിസീസിനോ ക്രോണിക് ഡിസീസിനോ കേസ് എടുക്കുമ്പോൾ തന്നെ ഇതെല്ലാം ഒന്ന് ആ ഒരു പേപ്പറിൻ്റെ സൈഡിൽ കുറിച്ചിട്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം നമുക്കിത് ഈ കേസുകളിൽ ഇങ്ങനെ വരികയാണെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ ആക്ട് ചെയ്ത് വരികയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ വരുന്ന സമയത്ത് മെഡോർണ ഒരു സെൻട്രിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മെഡിസിൻ ആക്ട് ചെയ്യുകയും ചെയ്യും. മെഡോർണ കൊണ്ട് തന്നെ മിക്കവാറും ആ കേസ് മുന്നോട്ട് പോവുകയും ചെയ്യും. ഇതിനൊരു കേസ് സ്റ്റഡി കൂടെ ഞാൻ പറയാം. ഇതിനകത്ത് ഒരു 45 വയസ്സുള്ള ലേഡിയാണ്. അവരെന്നെ കാണിക്കാൻ വന്നത്, അതിൻ്റെ മുഴുവൻ കേസ് ഞാൻ എഴുതിയിട്ടില്ല, അവർ ഫൈബ്രോയിഡ് യൂട്രസ് ആയിട്ട് വന്ന ഒരു 3 നമ്പേഴ്സാണ് ആ സ്കാനിങ് റിപ്പോർട്ടിൽ കണ്ടിരുന്നത്. ഇപ്പോൾ 45 years ഒക്കെ ആയിട്ട് ലേഡി വരുമ്പോൾ ബ്ലീഡിങ് ചെയ്യാൻ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ നമ്മളത് ധൈര്യമായിട്ട് തന്നെ ഡീൽ ചെയ്യാറുണ്ട്. കാര്യം അത് പിന്നെ അധികം വളർച്ചയുണ്ടാകാൻ സാധ്യതയുള്ള പിക്ചറാണ്. പിന്നെ നമ്മുടെ മെഡിസിൻസിൻ്റെ ആക്ഷൻ പല കേസ് വരാറുണ്ട്. ബ്ലീഡിങ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനകത്ത് തന്നെ കൊടുത്ത ലേഡിയുടെ കോൺസ്റ്റിറ്റ്യൂഷനും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് കൽക്കേരി കാർവാണ്. കൽക്കേരി കാർബിന് നല്ല ഈ ഫൈബ്രോയിഡ് യൂട്രസിന് നല്ല ആക്ഷനുള്ള മെഡിസിനാണ് കൽക്കേരി കാർബ്. പല കേസ് റിസൾട്ട് ഇവർക്കും അവരുടെ ആ സിംറ്റംസ് വെച്ചുകൊണ്ട് കൽക്കേരി കാർബ് കൊടുത്തു, 200 കൊടുത്തു, 1000 കൊടുത്തു, 10M കൊടുത്തു. അവരുടെ പീരിയഡ്സ് എല്ലാം വരുന്നുണ്ട്, മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ സ്കാൻ അവർ കുറച്ച് ആങ്ഷ്യസ് ആണ്. അവർ 3 മാസം കൂടെ പോയി സ്കാൻ ചെയ്യും. ഓരോ പ്രാവശ്യവും വരുമ്പോൾ എല്ലാം തന്നെ ഫൈബ്രോയിഡിൻ്റെ സൈസ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ വന്നിട്ട് പറയുന്നു, ഡോക്ടറെ ഞാനിപ്പോൾ സൈസ് കൂടി ഡോക്ടറെ. ഇവർ അത് കയറുമ്പോഴേ അതും പറഞ്ഞിട്ടാണ് കയറുന്നത്. സാറേ ഡോക്ടറെ സൈസ് കൂടി, വേറെ കംപ്ലൈൻസ് ഒന്നുമില്ല, സൈസ് കൂടി, അങ്ങ് ഓപ്പറേറ്റ് ചെയ്യണം. പക്ഷേ എനിക്ക് ഓപ്പറേഷൻ ഭയങ്കര പേടിയാണ് ഡോക്ടറെ, അത് ചെയ്യാൻ വയ്യ ഡോക്ടറെ, സൈസ് കൂടുന്നു പറഞ്ഞാൽ വരുന്നത് തന്നെ. പക്ഷെ അന്നത്തെ വിസിറ്റിൽ അവർ ഈ കൈയിൻ്റെ ബേണിംഗ് ഓഫ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് പറഞ്ഞു, സോൾസിൻ്റെ
പറഞ്ഞു. പിന്നെ അപ്പോഴാണ് ഒരു ഇതും പറയുന്നത് വിത്ത് റെക്കറന്റ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. പിന്നെ എനിക്ക് ഒരു സംശയമില്ല, കാര്യം ഞാൻ അതിനകത്ത് മെഡോർനം 10 ഒരു ഡോസ് കൊടുത്തു. അതിനുശേഷം പിന്നെ ഞാൻ പ്ലാസിബോ തന്നെ കൊടുത്ത കേസിൽ. അതിനുശേഷം ഒരു 2 മാസം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ അവർ വീണ്ടും സ്കാനിങ് റിപ്പോർട്ട് വന്നു. അന്ന് പക്ഷേ ആ വിസിറ്റിൽ പല ഫൈബ്രോയിഡിൻ്റെയും സൈസ് കുറഞ്ഞു തുടങ്ങി. അതുകൊണ്ട് അവർക്ക് മാനസികമായിട്ടും ആശ്വാസം തുടങ്ങി. അത് പിന്നെ അങ്ങനെ വരുമ്പോൾ വീണ്ടും കുറച്ചുകൂടി നല്ല എഫക്റ്റീവായിട്ട് വരും നമ്മുടെ മെഡിസിൻസ് ഒക്കെ തന്നെ. ഓരോ അതിൻ്റെ സൈസെല്ലാം തന്നെ വളരെ ഒരു അതിശയകരമായ റിഡക്ഷൻ ഓഫ് സൈസ് ഓഫ് ഫൈബ്രോയിഡ് ആയിരുന്നു. വളരെ നന്നായിട്ട് തന്നെ അത് കുറഞ്ഞു തുടങ്ങി. അത് പിന്നെ അതിനുശേഷം പിന്നെ കൽക്കേരി കാർബ് പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തു. ഒരു 2-3 മാസം കഴിഞ്ഞ് കൽക്കേരി റിപ്പീറ്റ് ചെയ്തു. പക്ഷെ പിന്നെ അതങ്ങ് നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാം ഡ്രസ് എല്ലാം തന്നെ ഫൈബ്രോയിഡ് കംപ്ലീറ്റ് പറയുന്ന അവസ്ഥയിലോട്ട് നീങ്ങുകയാണ് ചെയ്തത്. അടുത്ത മെഡിസിൻ ഇതെല്ലാം നമ്മുടെ ഡെയിലി യൂസിൽ നമ്മുടെ ക്ലിനിക്കിലുള്ള മെഡിസിൻസ് ആണ് മുഴുവൻ. സിഫിലിൻ, സിഫിലിറ്റിക് വൈറസ്. ഇതൊന്നും നമ്മുടെ ക്ലിനിക്കുകളിൽ ഇതൊന്നും ഇല്ലാതെ നമ്മുടെ ക്ലിനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. മുന്നോട്ട് ഒരു ദിവസം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എവറി ഇൻഫെക്ഷൻ ലീഡ്സ് ടു അൾസേഴ്സ്, ബ്യൂബോസ്, ഷാങ്കേഴ്സ്. നമുക്കറിയാം, മിക്കവാറും ഏതെങ്കിലുമൊക്കെ ഇൻഫെക്ഷനോ ചെറിയ മുറിവെല്ലാം വന്നു കഴിഞ്ഞാൽ പഴുക്കുന്ന അവസ്ഥ വരും. പിന്നെ അതെല്ലാം തന്നെ സ്വോളൻ ലിംഫ് നോഡ്സ് വരും, ബ്യൂബോസ് വരുന്ന അവസ്ഥയുണ്ടാവും. പിന്നെ ഷാങ്കർ നമുക്കറിയാം, സിഫിലിറ്റിക് ഷാങ്കർ എന്ന് പറയുമ്പോഴത്തേനും ട്രിപ്പനോമ പാലിയത്തിൻ്റെ ആക്ഷൻ, അതിൻ്റെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവാം. പറങ്കിപ്പുണ്ണെന്ന് മലയാളത്തിൽ പറയുന്നത്. ആ രീതിയിലോട്ടുള്ള അൾസേഴ്സ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത് എല്ലാ ഇൻഫെക്ഷൻസും. അൾസേഴ്സ് ഓഫ് മൗത്ത്, നോസ്, ജെനിറ്റൽ, സ്കിൻ ആൻഡ് സക്സഷൻ ഓഫ് ആബ്സസസ്. ചില കേസുകളിൽ ആബ്സസ് വന്നു കഴിഞ്ഞാൽ പിന്നെയും ഓരോന്നോരോന്ന് വന്നുകൊണ്ടേയിരിക്കും, മാറി. നമ്മൾ ചിലപ്പോൾ നല്ല പെയിൻ വെച്ചിട്ട് ഹെപ്പാർ കൊടുക്കാറുണ്ട്. അത് പഴുത്ത് നല്ല പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ വീണ്ടും വേറെ ഭാഗത്ത് വരും. അതിനകത്ത് ചിലപ്പം പെയിൻ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ സെലീഷ കൊടുത്തത് വന്നിട്ട് ഹീൽ ചെയ്ത് പോകും. സെലീഷ നമുക്കറിയാമല്ലോ, പെയിൻ കുറവായിരിക്കും. പിന്നെ ഒരു പല ഭാഗത്തു നിന്ന് എൻ്റെ ഡിസ്ചാർജ് വരുന്ന അങ്ങനത്തെ ആപ്സിനകത്ത് തന്നെ സെക്ഷൻ സെലീഷ കൊടുക്കാറുണ്ട്. ഇതെല്ലാം കൊടുത്താലും പിന്നെയും ഏത് മെഡിസിൻ കൊടുത്താലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വേറെ ഏതെങ്കിലും ഭാഗത്ത് ആപ്സ് വരുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളിൽ ഇടയ്ക്കൊരു സിഫിലിനം കൊടുക്കാമെങ്കിൽ പിന്നെ നമ്മുടെ മെഡിസിൻ, സിൻഡിക്കേറ്റ് മെഡിസിൻ വളരെ ഭംഗിയായിട്ട് ആക്ട് ചെയ്യുന്നത് കാണാം. സിഫിലിനം മൈൻഡാണെങ്കിൽ ഹോപ്പ്ലെസ് ആണ്. നമുക്കറിയാം, ഇങ്ങനെയുള്ള സിഫിലിറ്റിക് കേസുകളിൽ അവരുടെ മെന്റൽ നേച്ചർ അങ്ങനെയായിരിക്കും, ഹോപ്പ്ലെസ് ആണ്, ഡെസ്പെയർ ഓഫ് റിക്കവറിയാണ്, ഫിയേഴ്സ് ആണ്. സിഫിലിസത്തിൻ്റെ മിക്കവാറും എല്ലാ കംപ്ലയിൻസും, ഫിസിക്കൽ ആയാലും മെന്റൽ ആയാലും എല്ലാ കംപ്ലയിൻസും നൈറ്റ് അഗ്രിവേഷൻ ആണ്. ചില കേസുകളിൽ ചുമയൊക്കെ നൈറ്റ് അഗ്രിവേഷൻ വെച്ചുകൊണ്ട് മാത്രം കൊടുത്തിട്ടുണ്ട് സിഫിലിനം. എന്ത് കൊടുത്തിട്ടും കുറയുന്നില്ല. രാത്രി ആകുമ്പോൾ ഈ പേഷ്യൻ്റ് അയ്യോ ഞാൻ ചുമ വരുന്നുള്ള പേടിയാണ്, ചുമ വരികയും ചെയ്യും. അങ്ങനെ വരുന്ന കേസുകൾ ഒരു ദിവസം സിഫിലിനം കൊടുത്ത ചില പെയിനുകൾ അവർക്ക് രാത്രി സൂര്യൻ അസ്തമിക്കുന്നവർക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ സിഫിലിനം വളരെയധികം ഗുണകരമാണ്. ഒരു ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ അവരന്ന് സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യും, അവരുടെ മറ്റുള്ള കംപ്ലയിൻസ് കുറയും. എക്സോഷൻ ആണ് എവേക്കിനിങ്. ഈ പെയിൻ എല്ലാം കൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മെന്റലി ഫിസിക്കലി അവർ എക്സോസ്റ്റഡ് ആയിരിക്കും. പിന്നെ അവരുടെ ക്രൂവൽ നേച്ചർ ആയിരിക്കും, മെർസിലെസ് ആയിരിക്കും, റിവെഞ്ച്ഫുൾ ആണ് അവർ പൊതുവെ. പിന്നെ ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവും. പിന്നെ ഉള്ള ഒരു പ്രധാന സിംറ്റമാണ് കമ്പൽസീവ് ഒബ്സഷൻസ്. ഇങ്ങനെ പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ ഉദ്ദേശിച്ചതാണ്, ഈ ചില പേഷ്യൻസ് പോകുന്ന സ്റ്റെപ്പുകളെല്ലാം ഒരു സ്റ്റെപ്പ് വിട്ടുപോയാൽ തിരിച്ച് വീണ്ടും ഇറങ്ങി വന്ന് വീണ്ടും തൊട്ടിട്ട് പോകും. അതുപോലെ ലാമ്പുകൾ, ചില കുട്ടികൾ അങ്ങനെയുണ്ട്. ഈ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ എല്ലാ ലാമ്പിലും തൊട്ട്, ഒരു വഴിയിൽ നിന്നൊരു ലാമ്പ് വിട്ടുപോയാൽ, ലാമ്പ് പോസ്റ്റ് വിട്ടുപോയാൽ തിരിച്ചു വന്ന് തൊട്ടിട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാവും. ഓൾവേസ് വാഷിംഗ് ദ ഹാൻഡ്സ്, എപ്പോഴും കൈ കഴുകുന്ന സ്വഭാവം, അതും ഈ സിഫിലിനം പേഷ്യൻസിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു സിംറ്റമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏത് കേസിനകത്തായാലും സിഫിലിനം ഇടയ്ക്ക് ഒരു ഡോസ് കൊടുക്കാവുന്നതാണ്. പിന്നെ അവരുടെ ബോൺസ് പൊതുവെ ഡീഫോംഡ് ആയിരിക്കും വിത്ത് അബ്നോർമാലിറ്റീസ്. പിന്നെ ഹെയർ ലിപ്പ്, ഇതൊരു വളരെ ഇതാണ്. അവരുടെ എന്തെങ്കിലുമൊക്കെ അവർ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടാവുമെന്ന് പറയുന്നത്. അവരുടെ ജന്മന തന്നെ അവർക്ക് എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടായിരുന്ന കേസുകൾ സിഫിലിനം വളരെ നന്നായിട്ട് ആക്ട് ചെയ്യും. ക്ലഫ്റ്റ് പാലേറ്റ്, ചെവി കുറച്ച് വലുതായിരിക്കും, ബിഗ് ഇയർ ആയിരിക്കും, 6 ഫിംഗേഴ്സ് ആവും. പിന്നെ ക്രൂവൽ ആൻഡ് മെർസിലെസ്. പിന്നെ ചില കേസുകൾ അൺഡിസൈൻ ടെസ്റ്റിസ്, പണ്ട് ഇങ്ങനെ ആയിരുന്നൊക്കെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ സിഫിലിനം നമ്മുടെ മനസ്സിൽ വരാവുന്നതാണ്. ഓവറി എമിസ് ആണ്. അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ സിഫിലിനം, അത് സിഫിലിറ്റിക് പിക്ചറാണത്, സിഫിലിനം വളരെ നന്നായിട്ട് ആക്ട് ചെയ്യും.
അത് മറ്റുള്ള മെഡിസിൻസ് കൊടുത്തോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം സിവിലിന് കൊടുത്താലും ആ മെഡിസിൻസിന്റെ ആക്ഷൻ നന്നായിട്ട് മാറും, നല്ല രീതിയിൽ തന്നെ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എക്സസീവ് ഫ്ലോ ഓഫ് സലൈവ, ഇറ്റ് റൺസ് ഔട്ട് ഓഫ് മൗത്ത് വെൻ സ്ലീപ്പിംഗ്. വായിന്ന് ഇങ്ങനെ തുപ്പൽ ഒഴുകിക്കൊണ്ടേയിരിക്കും. ദെൻ പ്രോഗ്രസീവ് പാരാലിസിസ്, സ്ക്ലീറോസിസ് ഡിസമിനേറ്റ്. ഇപ്പം കഴിഞ്ഞ സെഷനിൽ സാർ എടുത്ത ക്ലാസ്സുകൾ മൾട്ടിപ്പിൾ സ്ക്ലീറോസിനകത്തിനൊക്കെ സിഫിലിനും ബെസ്റ്റ് ഇൻറ്റർകം മെഡിസിനാണ്. ഒരു കേസ് കൂടെ ഞാൻ പറയാം. അത് 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അതൊരു വളരെ നാണിച്ചൊക്കെയാണ് ആ തള്ള വരുന്നത്. തള്ള വന്നിട്ട് പറയുന്നത്, ഈ മോളെയും കൊണ്ടുവന്നിട്ട് പറയുന്നത്, ഡോക്ടറെ ഇവള് ഇങ്ങനെ 16 വയസ്സായ ഡോക്ടറെ കിടന്ന് മൂത്രം ഒഴിക്കുന്നൊരു പ്രശ്നമുണ്ട്, പുറത്ത് പറയാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ 2-3 വർഷം കഴിഞ്ഞാൽ പിന്നെ ഇവളെ പലയിടത്തും ഒന്നിൽ പഠിക്കാൻ വിടണം, അല്ലെങ്കിൽ ഇവളെ കെട്ടിച്ചു വിടണം. ഞാൻ എന്താ ചെയ്യാനുള്ള ഡോക്ടറെ എന്ന് പറഞ്ഞാണ് വരുന്നത്, ആ കേസ് വരുന്നത്. അപ്പം ആ കുട്ടിയെ കാണുമ്പോൾ തന്നെ അറിയാം അതിനൊരു പ്രത്യേക ഒരു കളിയും ഒരു 16 വയസ്സിൻ്റെ ഒരു മെച്ചൂരിറ്റി ഇല്ല പല എൻ്റെ രീതികൾക്കൊക്കെ. അപ്പോൾ ഈ കേസ് വന്ന് ഞാൻ കേസൊക്കെ എടുത്തു, പല മെഡിസിൻസ് പലതും കൊടുത്തു. പിന്നെയാണ് ക്രമേണയാണ് ഒരു വലിയ മാറ്റമൊന്നുമില്ല കേസിൽ, വലിയ മാറ്റമൊന്നുമില്ല. ഒരു 4-5 വിസിറ്റ് കഴിയുമ്പോഴാണ് ഇവർ പറയുന്നത്, സാറേ ഇവരുടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിടക്കുന്ന ആ തലനകത്ത് മുഴുവൻ തുപ്പലാണ്, ഒരു രക്ഷയില്ല, തുപ്പലിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ അവരുടെ ആ മുഖത്ത് ചെറിയ ചുണ്ടിൻ്റെ ഭാഗത്തൊരു ചെറിയ മാർക്കുണ്ട്. അപ്പോൾ അത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത് ചെറുതിലെ അവർക്ക് ഒരു ഹെയർ ലിപ്പ് ഉണ്ടായിരുന്നു, അത് അന്ന് പണ്ട് കറക്ഷൻ ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സിംറ്റം കൂടി നമുക്ക് കിട്ടി, സിഫിലിനത്തിൻ്റെ ഒരു സിംറ്റം കൂടി കിട്ടി. പിന്നെ വാഷിംഗ് മാനിയ, പിന്നെ അവൾ കൈ കഴുകിക്കൊണ്ടേയിരിക്കുക, എന്ത് ചെയ്താലും കൂടെ പോയി കൈ കഴുകുന്ന സ്വഭാവം എന്നിടയ്ക്ക് ഒരു കേസ് ടേക്കിൽ കിട്ടി. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ കമ്പൾസീവ് ഒബ്സഷൻസ്, അത് ചില കാര്യങ്ങൾ അവൾക്ക് ചെയ്തേ പറ്റൂ എന്ന് പറയും, ചിലത് ചെയ്തേ പറ്റൂ. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അത് ഒരു ആവശ്യമില്ലാത്ത കാര്യമായിരിക്കും, പക്ഷെ അതിനകത്ത് അഡമൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു സാധനത്ത് തൊടുക, പിന്നെ വീണ്ടും ഒന്നുകൂടെ പോയി തൊടുക, അങ്ങനെയുള്ള ടെൻഡൻസി. അത് 3 പ്രാവശ്യം തൊട്ടില്ലേ പിന്നെ അതിന് മനസ്സിന് സമാധാനം ഉണ്ടാകത്തില്ല. ഇങ്ങനെയുള്ള പിക്ചർ കൂടി കിട്ടിയ സമയത്ത് ഞാൻ സിഫിലിനും 10 ഒരു ഡോസ് കൊടുത്തു. അതിനുശേഷം പിന്നെ ആ കുട്ടി രാത്രി മൂത്രമൊഴിച്ചില്ല, രാത്രി കിടന്ന് മൂത്രമൊഴിക്കുന്ന പരിപാടി നിർത്തി എന്നുള്ളതാണ്. നോക്കണം നമ്മുടെ ആ മെഡിസിൻസിൻ്റെ ആക്ഷൻ. പക്ഷെ അവർക്കൊന്നും ചിലപ്പോൾ ഇത് ആ ഒരു മെഡിസിൻ്റെ എഫക്റ്റ് ആണെന്ന് ചിലപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ഡോസിന് ശേഷം പിന്നെ ഇത്രയും വലിയൊരു മാറ്റം വരുമ്പോൾ സത്യത്തിൽ ഇതെല്ലാം അറിയാവുന്ന നമുക്ക് പോലും ഇത് ഈ മെഡിസിൻ കൊണ്ട് തന്നെയാണോ മാറിയെന്നൊരു ചിന്ത വരുന്ന സമയമാണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ. പിന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെഡിസിനായിട്ട് ഞാൻ നോസോട് കാഴ്സനോസിനാണ്, ഫ്രം ദി ക്യാൻസറസ് ടിഷ്യൂസ്. ഏറ്റവും നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഏറ്റവും സഹായിക്കുന്ന മെഡിസിനാണ് കാഴ്സനോസിൻ. കഫ്യോലൈറ്റ് കോംപ്ലക്ഷൻ, ഒരു ഡാർക്ക് ബ്രൗൺ കോംപ്ലക്ഷനാണ്. പിന്നെ അവരുടെ ഫാമിലിയിലൊരു ക്യാൻസർ ഹിസ്റ്ററി ഉണ്ടാവും. പിന്നെ ക്രോണിക് ഡിസീസസ്, പ്രൊലോങ്ഡ് ഡിസീസസ്, കാഴ്സനോസിൻ്റെ പിക്ചർ അതാണ്. പ്രൊലോങ്ഡ് ഡിസീസസ്, ക്രോണിക് ഒറൈസ, ക്രോണിക് മാസ്റ്റൈറ്റീസ്, ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ തന്നെ വരുമ്പോൾ കാഴ്സനോസിൻ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവണം. പിന്നെ കോൺട്രഡിക്ഷൻ ഇൻടോളറൻ്റ് ആണ്. കോൺട്രഡിക്ടറി ആൻഡ് ഓൾട്ടർനേറ്റീവ് സ്റ്റേറ്റ്സ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ പിക്ചർ ഉണ്ടാവും. പിന്നെ ഒരു കൺസ്ട്രക്റ്റീവ് ഫീലിംഗ് ആണ്. തലവേദനയായാലും വയറുവേദനയായാലും ഒരു പിടിച്ചു മുറുക്കുന്ന ഒരു കൺസ്ട്രക്റ്റീവ് ഫീലിംഗ് ആണ് അവർക്കുള്ളത്. ഇതെല്ലാം സിയിലാണ്. നമ്മൾ ആ സി വെച്ച് നമുക്ക് ഇതിനെ പറ്റി അതുകൊണ്ട് എല്ലാ സി തന്നെ ആദ്യം ഇട്ടേക്കുന്നത്. സിസ്റ്റാണ്, ഓവറിയിലൊക്കെ സിസ്റ്റ് ഉണ്ടാവും. പിന്നെ ക്യാൻസർ സ്കാച്ച്. ഇങ്ങനെയുള്ള കേസുകളിൽ കാഴ്സനോസിൻ നമ്മുടെ എന്ത് അസുഖം ഡീൽ ചെയ്യുമ്പോഴും, അത് ആസ്മ ആയിക്കോട്ടെ, സ്കിൻ ആയിക്കോട്ടെ, എന്തോ കേസും ആയിക്കോട്ടെ, പക്ഷെ അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള ഒരു പിക്ചറുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടിയാണെങ്കിൽ ഒരു കാഴ്സനോസിന് ഇടയ്ക്ക് കൊടുക്കുകയെങ്കിൽ ആ കേസ് നമുക്ക് വളരെ സുന്ദരമായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പൈറോജനിയം, ഇത് വേറൊരു വണ്ടർഫുൾ ഡക്ടറാണ്. നമ്മുടെ ആർമറിയിലുള്ള മറ്റൊരു സുപ്രധാനമായ മെഡിസിനാണ് പൈറോജനിയം, ദി പ്രോഡക്റ്റ് ഓഫ് സെപ്സിസ്. ലേറ്റന്റ് പയോജനിക് പ്രോസസ്, പേഷ്യൻ്റ് കണ്ടിന്യൂലി റിലാപ്സിങ് ആഫ്റ്റർ അപ്പാരന്റ് സിമിലിയം. എന്ത് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാലും പിന്നെയും ആ കംപ്ലൈൻറ്റ് വന്നുകൊണ്ടേയിരിക്കും. ഗ്രേറ്റ് റെസ്റ്റ്ലെസ്നെസ്, മസ്റ്റ് മൂവ് കോൺസ്റ്റൻ്റ്ലി ടു ഗെറ്റ് റിലീവ് ദി സോർനെസ് മാറാൻ വേണ്ടി എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇൻ സെപ്റ്റിക് ഫീവേഴ്സ്, ഗ്രേറ്റ് വാല്യൂ ആസ് എ ഹോമിയോപ്പതിക് ഡൈനാമിക് ആൻറ്റിസെപ്റ്റിക്. ടേസ്റ്റ് ഒരു സ്വീറ്റിഷ് ടേസ്റ്റ് ആണ്, ടെറിബിളി ഫീഡഡ്, പസ് ലൈക്ക്. വായിലൊരു അത് പ്രത്യേകം തന്നെ എടുത്ത് പറയും, ഒരു നാറ്റവും പഴുപ്പിൻ്റെ മണമൊക്കെ ഉള്ളൊരു
ടേസ്റ്റ് ആണെന്ന് പറയും, ആപ്സോൾ ആണ് തോന്നുന്നു അറിയാം. അതൊക്കെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൈറോജനി നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓൾ ഡിസ്ചാർജസ് ആർ ഹൊറബിളി ഒഫെൻസീവ്. മിക്കവാറും എല്ലാ ഇതിൻ്റെയും ഡിസ്ചാർജസും പൈറോജൻ കേസുകളിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റമായിരിക്കും. പൈറോജൻ്റെ മെഡിസിൻ്റെ ഒരു എല്ലാ സെപ്റ്റിക് ഫ്യൂവേഴ്സിലും പൈറോജൻ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയായിട്ട് തന്നെ സെപ്റ്റിക് കേസുകളിലൊക്കെ തന്നെ ഏത് കേസിനകത്തായാലും ശരി തന്നെ. ഇപ്പം എനിക്കൊരു കേസ്, ഞാനത് എഴുതിയിട്ടില്ല, ഒരു കേസ് ഒരു എപ്പിസോട്ടം ചെയ്തിട്ട് അത് ഉണങ്ങുന്നേ ഇല്ല. ഈ ഒരു എനിക്കൊന്ന് ആ കുട്ടിക്ക് എനിക്ക് 7-8 വയസ്സായെന്ന് തോന്നുന്നു. പക്ഷെ ഇതിങ്ങനെ സ്ഥിരമായിട്ട് പഴുക്കും. പിന്നെ ആ ഭാഗം അത്ര ഹൈജീനിക്കായിട്ട് വെക്കാനും പാടാണല്ലോ അവർക്ക്. അതിങ്ങനെ കൂടെ പഴുക്കും, കൂടെ കൊണ്ടുപോകും. അവസാനം അവർ പറഞ്ഞ് ഇനി ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ് വിട്ടു വരാം പേഷ്യൻറ്റിനെ. അവസാനം ഇവിടെ വന്നു, മരുന്ന് കൊടുത്തു, കല്ലിൽ സ്ഥിരമായിട്ട് വാഷ് ചെയ്യാൻ പറഞ്ഞു, കല്ലിച്ച് വീഴാൻ പറഞ്ഞു, ഇൻഡിക്കേറ്റർ മെഡിസിൻസ് കൊടുക്കും, പല മെഡിസിൻസ് കൊടുക്കും. പക്ഷേ വീണ്ടും വന്നുകൊണ്ടിരുന്നു. ഇടയ്ക്ക് ഒരു ഡോസ് പൈറോജനിയം 1000 10 ആണെന്ന് തോന്നുന്നു ഒരു ഡോസ് കൊടുത്തതിന് ശേഷം പിന്നെ അത് ഞാൻ പറഞ്ഞു, പിന്നെ അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ സ്ഥിരമായിട്ട് കലണ്ടല വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അവരവിടെ. ഒരു യൂറിനേഷന് ശേഷം ബാക്കി അതിന് ശേഷം കഴുകിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷെ അതിനുശേഷം പിന്നെ അവർക്ക് ആ പ്രശ്നം വന്നിട്ടേ ഇല്ല. അതും പൈറോജനത്തിൻ്റെ ഒരു വണ്ടർഫുൾ ആക്ഷനായിട്ടാണ് ഞാൻ കാണുന്നത്. പൈറോജൻ ഇൻ സെപ്റ്റിക് ഫീവേഴ്സ്, ടെമ്പറേച്ചർ റൈസസ് റാപ്പിഡ്ലി, great heat with profuse hot sweat, but sweating does not cause decrease in temperature. ഡിക്രീസ് വിട്ടുപോയി. ഭയങ്കര വിയർപ്പായിരിക്കും, നല്ല ചൂട് വിയർപ്പായിരിക്കും, പക്ഷേ ഇഷ്ടംപോലെ വിയർക്കും, പക്ഷേ ടെമ്പറേച്ചർ കുറയാത്ത കേസുകളിൽ ഇടയ്ക്ക് പൈറോജനിയം, പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും ഊണ്ട് പഴുക്കുന്ന അവസ്ഥയോ, പിന്നെ പ്യൂർപെയർ ഫീവറിനകത്ത് നല്ല മെഡിസിനാണ് പൈറോജൻ. ഇങ്ങനെ ഏത് സെപ്റ്റിക് കണ്ടീഷൻസിൽ മുറിവുകൾ പഴുത്തുകൊണ്ടിരിക്കുന്നു, പനി മാറുന്നില്ല കേസുകൾ, അതല്ലാതെ തന്നെ ഒരു മുറിവൊന്നുമില്ല പക്ഷെ പനി മാറുന്നില്ല കേസുകളിൽ ഇടയ്ക്ക് ഡോസ് പൈറോജൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഈ സിംറ്റംസ് കൂടെ ഉണ്ടെങ്കിൽ. ഞാൻ ഇത്രയും മെഡിസിൻസ് ആണ്, എനിക്കറിയാം ഇത്രയും സമയം കൊണ്ട് ഇത്രയും കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത്രയും മെഡിസിൻസ് ആണ് ഏറ്റവും നമ്മുടെ ക്ലിനിക്കിൽ ഏറ്റവും വേണ്ട മെഡിസിൻസ് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് 10-60 നോസോട്സ് ഉണ്ട്. അപ്പോൾ ഈ 60 നോസോട്സിൽ നമ്മുടെ ക്ലിനിക്കിൽ ഏറ്റവും വേണ്ട നോസോട്സ് നമ്മുടെ ക്ലിനിക്കിൽ ഉണ്ടാവണം. നമ്മുടെ ഏറ്റവും വലിയൊരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവ്യാസ്ത്രമാണ് നോസോട്സ്. എന്ത് കേസുകളിലും ആ കേസിൻ്റെ മുന്നോട്ട് പോകണമെങ്കിൽ, എവിടെയെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടാവണമെങ്കിൽ നമ്മളെ സഹായിക്കാൻ നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ട ഒരു മെഡിസിനാണ് നോസോട്സ്. ടിപ്സ് ടു റിമെമ്പർ: കൺസിഡർ നോസോട്സ് ആസ് to be crucial in your clinical practice. നമ്മുടെ ക്ലിനിക്കലിൽ ഈ നോസോട്സ് മസ്റ്റായിട്ട് നമ്മൾ കരുതിയിരിക്കണം. മെജോറിറ്റി ഓഫ് നോസോട്സ് വെയർ പ്രിപ്പയർഡ് ബിഫോർ 1900. 1900 മുന്നേയാണ് മിക്കവാറും എല്ലാ നോസോട്സും തയ്യാറാക്കിയിരിക്കുന്നത്. ഹോമിയോപ്പതിക് നോസോട്സ് ആർ യൂസ്ഡ് ടു ട്രീറ്റ് ആൻഡ് പ്രിവെൻറ്റ് non-infectious and infectious diseases. Nosodes can be prescribed as a miasmatic intercurrent remedy to remove the obstacles to recovery for helping the well-selected remedy to act. എപ്പോഴെങ്കിലും നമ്മുടെ മെഡിസിൻ നമ്മൾ നല്ല കഷ്ടപ്പെട്ട് എടുക്കുന്ന കേസുകളിൽ അത് മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് നോസോഡ്സ്. വെൻ ദ കേസ് ഈസ് പ്രസന്റിംഗ് വിത്ത് മിക്സഡ് മയാസ്മാറ്റിക് നേച്ചർ, നമുക്കൊരു കറക്റ്റ് ഒരു മയാസം കിട്ടുന്നില്ല, കേസ് ഒരു വല്ലാത്തൊരു നമുക്ക് കറക്റ്റ് പിക്ചർ കിട്ടുന്നില്ലെങ്കിലും നമുക്ക് ഇടയ്ക്ക് ഒരു ഡോസ് നോസോഡ് കൊടുത്തുകൊണ്ട് ആ കേസ് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. നോസോഡ്സ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞത്, ഡു നോട്ട് യൂസ് എ നോസോഡ്സ് ഇൻ പാത്തോളജിക്കലി അഡ്വാൻസ്ഡ് കേസസ്. അത് ഏറ്റവും പ്രധാനമാണ്. ഈ ട്യൂബർക്ലോസിസ് വന്ന കേസുകളിൽ ഒരിക്കലും ട്യൂബർക്ലോസിന് കൊടുക്കരുത്. ക്യാൻസർ വന്ന കേസുകളിൽ ഒരിക്കലും കാർസിനോസിന് എടുത്ത് കൊടുക്കരുത്. അത് ആ കേസ് കുളമാക്കും. പാത്തോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കേസുകളിലൊക്കെ തന്നെ തീർച്ചയായിട്ടും നമ്മൾ നോസോഡ്സ് ഒഴിവാക്കണം. അതിനകത്ത് മിക്കവാറും എല്ലാ ഓതേഴ്സും പറയുന്നുണ്ട്, ഈ കേസുകളിൽ ഒരു കാരണവശാലും ഈ പത്തോളജി ഇത്രയും അഡ്വാൻസ് കഴിഞ്ഞാൽ നോസോഡ്സ് കൊടുക്കുക. നോസോഡ്സ് ഉണ്ടാക്കുന്ന തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അത്തരം അവസ്ഥകളിൽ പത്തോളജിക്കൽ അഡ്വാൻസ് കേസുകളിൽ ഒരിക്കലും നോസോഡ്സ് ട്രൈ ചെയ്യരുത്. അതുപോലെ തന്നെ വേറൊരു പ്രധാനമാണ്, ഡു നോട്ട് യൂസ് മിയർലി അപ്പോൺ എംപിരിക്കൽ അസംപ്ഷൻസ്.
ഈ വെറുതെ ഏതെങ്കിലും ഒരു അങ്ങനെയുള്ള കേസുകളിൽ കൊടുക്കാന്ന് പറഞ്ഞാൽ വെറുതെ കൊടുക്കാൻ പാടില്ല. ഇത്തരം കേസുകളിലും കറക്റ്റ് സിമിലിമം നോക്കി ആ കേസ് നോക്കിയതിന് ശേഷം ആ കേസിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് മാത്രമേ ഓരോ നോസോടും പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ. കാര്യം നോസോട്സിന്റെ ഞാൻ പറഞ്ഞില്ല, നോസോട്സ് എന്ന് വെച്ചാൽ ഒരു ഷാർപ്പ് വെപ്പൺസ് പോലെയാണ്. ഇപ്പം നമുക്കറിയാം, നമ്മൾ ചില സമയത്ത് ഒരു പാക്കറ്റ് നമുക്ക് ചിലപ്പോൾ കുടിക്കാൻ വെള്ളമായിരിക്കും ഒരു പാക്കറ്റിൽ കിട്ടി, അത് പൊട്ടിക്കണമെങ്കിൽ അത് നമുക്ക് പൊട്ടിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ നമുക്ക് ട്രെയിനിൽ പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ട്രെയിനിലിരുന്ന് ചിലപ്പം നമ്മൾ ഫുഡ് എങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു പ്ലാസ്റ്റിക് കാരണം അത് വെള്ളം നേരത്തെ കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മൾ ഈ കഴിച്ചിട്ടുള്ള സമയമാണ്ട് ഇത് പൊട്ടിക്കാൻ പറ്റത്തില്ല. അന്നേരം നമ്മൾ വിചാരിക്കും ഒരു ചെറിയൊരു ബ്ലേഡോ ഒരു ചെറിയ കത്രികയോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും. അതുപോലെ തന്നെയാണ് നമ്മുടെ നോസോട്സ്. പല കേസുകളിലും നമ്മളിതിനി എങ്ങനെ മുന്നോട്ട് പോകണം, നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വിഷമിച്ചിരിക്കുന്ന സമയങ്ങളിൽ നോസോട്സ് വിൽ ഹെൽപ്പ് യു. അതിനകത്ത് ഒരു സംശയം വേണ്ട. നോസോട്സിന്റെ റോളെന്ന് പറയുന്നത് ഇത് പക്ഷേ ഇതെല്ലാം തന്നെ ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കാൻ. വളരെ സൂക്ഷിച്ച് മാത്രമേ ഇത് ഇങ്ങനെയുള്ള കേസുകളിൽ നോസോട്സ് ഉപയോഗിക്കാൻ പാടുള്ളൂ. എല്ലാം ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഡിസീസ്ഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന സാധനങ്ങളായതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് വേണം ഈ നോസോട്സ് ഉപയോഗിക്കാൻ. പക്ഷേ അത് പേടിക്കേണ്ട ആവശ്യമില്ല. നേരത്തെ നമ്മൾ ജീനസ് ഓഫ് ഹോമിയോപ്പതിക്കകത്ത് പറഞ്ഞ പോലെ തന്നെ, ഷോക്ലസ് പറഞ്ഞ പോലെ തന്നെ ആ കേസുകളിൽ സിംഗിൾ ഡോസ് മാത്രമേ കൊടുക്കാവൂ. ഒപ്പം തന്നെ മോഡറേറ്റ്ലി ഹൈ പൊട്ടൻസി മാത്രമേ ഉപയോഗിക്കാനും പാടുള്ളൂ നോസോട്സിനകത്ത്. ഡു നോട്ട് യൂസ് മെയർലി അപ്പോൺ എംപിറിക്കൽ അസംഷൻസ്. എന്തെങ്കിലും കേസുകൾ ഇത് സിഫിലിറ്റിക് നേച്ചർ ഉണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് സൈക്കോട്ടിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ഒരിക്കലും ഒരു കാരണവശാലും നോസോട്സ് ഉപയോഗിക്കാൻ പാടില്ല. കാഴ്സിനോസിൻ, അത് ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാഴ്സിനോസിൻ കൊടുക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഇതിൽ കൊടുക്കാൻ പാടില്ല. കറക്റ്റ് സിമിലിമം, കറക്റ്റ് പിക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നോസോട്സ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഈ സെഷൻ ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. കഴിഞ്ഞ ദിവസം മനോജ് ഡോക്ടർ പറഞ്ഞു, ഡോക്ടറെ സമയം മുഴുവൻ ക്ലാസ് എടുക്കാൻ പാടില്ല, മറ്റുള്ള അവർക്ക് സംശയം ചോദിക്കാൻ അവസരം. ഓക്കെ ഡോക്ടറെ, സ്ക്രീൻ ഒന്ന് ഓഫ് ചെയ്യാമോ ഡോക്ടറെ? ഓക്കെ. ഓക്കെ, എന്തായാലും സുനിൽ രാജ് ഡോക്ടറുടെ ഇന്നത്തെ ക്ലാസ് വളരെ മനോഹരമായി. നല്ലൊരു കയ്യടി ഡോക്ടറുടെ ക്ലാസ്സിന്. വളരെ നല്ല ഇൻഫോർമേറ്റീവും വളരെ ക്ലാസ് എടുത്ത രീതികളും എല്ലാം വളരെ നന്നായി. അപ്പൊ ഇനി തീർച്ചയായും ആർക്കെങ്കിലും ഒക്കെ കമന്റ്സുകളോ എന്തെങ്കിലും സംശയങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്ത് വന്നാൽ 3-4 പേർക്ക് ചോദിക്കാനും അല്ലെങ്കിൽ ആശയവിനിമയം നടത്താനുള്ള സമയമുണ്ട്. താമസിച്ച സമയം കുറഞ്ഞു. ഇതിൽ പങ്കെടുക്കുന്നവരെല്ലാം ഇതിനേക്കാളൊക്കെ നല്ല പ്രാക്ടീസുള്ള ഡോക്ടർമാരാണ് മെജോറിറ്റിയും. ആണെങ്കിലും ഇതിങ്ങനെ ഓക്കെ, പറഞ്ഞോളൂ ഡോക്ടർ. നമസ്കാരം ഡോക്ടറെ. ഡോക്ടർ അനിൽകുമാർ. നമസ്കാരം. എന്തായാലും ഡോക്ടർ പറഞ്ഞ കാഴ്സിനോസിൻ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. കാഴ്സിനോസിൻ വളരെ സൂക്ഷിച്ച് മാത്രമേ ഉപയോഗിക്കാവൂ, എസ്പെഷ്യലി ലൈവ് ക്യാൻസർ കേസുകളിൽ. നമുക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് തോന്നും, പക്ഷേ പേഷ്യന്റ് അവസാനം പ്രശ്നത്തിലോട്ട് പോകും. ഇപ്പൊ ഞാൻ അത് പറഞ്ഞെന്ന് പറഞ്ഞ് നേരത്തെ ക്രിറ്റിസിസം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഡോക്ടർ സുനിൽ രാജ് പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നത്. എന്റെ അനുഭവം അതാണ്. ഇത് നമ്മുടെ ഓതേഴ്സ് പറയുന്നതാണ്. ഓതേഴ്സ് പറയുന്ന വെച്ചിട്ട് നമ്മള് സൂക്ഷിച്ച് വേണം കൊടുക്കാൻ. കൊടുത്തില്ലേ പണി കിട്ടും. അപ്പൊ അത് നമ്മളൊരു പബ്ലിക് വേദിയിൽ സൂക്ഷിച്ച് വേണം പറയാനായിട്ട്. വ്യക്തമായിട്ട് മുക്കി പറയുന്നുണ്ട്, പലരും പറയുന്നത്. നമ്മൾ പലയിടത്ത് റെഫർ ചെയ്ത് നോക്കി എല്ലാത്തിനും പറയുന്നുണ്ട്. പലർക്കും അത് അറിയില്ല. ചിലരൊക്കെ പറയും കാഴ്സിനോസിൻ കൊടുത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നു. പക്ഷെ എന്റെ ഒരു അനുഭവം നേരെ തിരിച്ചാണ്. കേസ് ഒരു സംശയവും വേണ്ട, കുളമാവും. രണ്ടാമത് നമ്മുടെ ട്യൂബർക്കുലിന് ഒരു വലിയൊരു മെഡിസിനാണ്. എസ്പെഷ്യലി ഫീവർ കുറയാതെ വരുന്ന കേസുകളിൽ ഒരു 2-3 പെല്ലറ്റ് മതി നമുക്ക് ആ ഫീവറിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. അതുപോലെയാണ് നമ്മുടെ ഒരു മാജിക് റെമഡിയാണ് പൈറജൻ, എസ്പെഷ്യലി 10 പൊട്ടൻസി. അതും മെഡിക്കേറ്റഡ് പിൽസ് 2-3 പിൽസ് മതി. ഏത് സെപ്റ്റിക് ഫീവറും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആന്റിബയോട്ടിക് തോറ്റു പോകും. പല പേഷ്യൻസും വന്ന് പറയും ഇത് കുറയോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കുറയ്ക്കാൻ പറ്റും. കുറയ്ക്കുക മാത്രമല്ല, റിപ്പീറ്റഡ് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ നമുക്ക് 100% കൺട്രോൾ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഇപ്പോഴത്തെ സ്റ്റേജിൽ പല മരുന്നുകളും വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ ഹോമിയോപ്പതി വർക്ക് ചെയ്യും. എന്താണ് എന്റെ അനുഭവം.
അപ്പൊ അത് ഒരൊറ്റ സിംഗിൾ ഡോസ് കൊടുക്കാൻ പാടുള്ളതാണ്. അതിനുശേഷം പിന്നെ നമ്മുടെ സിംഗിൾ ഇൻഡിക്കേറ്റർ ഡോസ് അതെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് പിക്ചർ അങ്ങ് മാറും. പിക്ചർ മാറി കഴിഞ്ഞിട്ട് നമ്മുടെ നാച്ചുറൽ സെൽഫ് ആഴ്സൈഡ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്ന കണ്ടീഷനിൽ പോയി നിൽക്കും. അതെ അതിന് രസം ഡോക്ടർ പറഞ്ഞ പോലെ, സുനിൽരാജ് ഡോക്ടർ പറഞ്ഞ പോലെ, ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻ വരുന്നത് 100% ഹോമിയോപ്പതി കൊണ്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പറ്റുന്നതല്ല, പിന്നീട് അസുഖം വരത്തില്ല. ഇവര് ആന്റിബയോട്ടിക് കൊടുപ്പ് ആരും ഒരു സിസ്റ്റത്തിനും കുറ്റം പറയുന്നതല്ല, പക്ഷെ അതിന്റെ ലിമിറ്റേഷൻ ആണ്. അല്ല, നമ്മുടെ പല ഡോക്ടർമാർക്കും വരുന്ന അബദ്ധം എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. പലരും റിപ്പീറ്റ് ചെയ്യുന്നതോടെ ആ കേസ് കുളവാണ്. മിനിമം ഡോസ് പോകുമ്പോഴത്തേക്ക് മിനിമം ഡോസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ ടൂൾ. അതെ, അത് പലർക്കും അറിയില്ല. അതാണ് സംഭവം. അത് വെച്ചിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും, നമുക്ക് ചലഞ്ച് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അതെ. അത് എന്റെ ഒരു അനുഭവമാണ്, എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത്. ട്രൈ ചെയ്ത് നോക്കുക, സംശയമുള്ളവർ ചോദിക്കുക. നമ്മളെപ്പോലെ സീനിയേഴ്സ് പറഞ്ഞു തരും. നമ്മളൊക്കെ ഏകദേശം ഹാഫ് സെഞ്ചുറി കഴിഞ്ഞു. അനിൽകുമാർ ഡോക്ടർ, ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും കമന്റുകളോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹാൻഡ് റൈസ് ചെയ്ത് വരിക. ഡോക്ടർ ശോഭ, ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്തേ ഡോക്ടറെ. ഡോക്ടർ ശോഭ സംസാരിക്കാനാണോ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ ഡോക്ടർ ശോഭ? അറിയാതെ ഹാൻഡ് റൈസ് ചെയ്തതാണോ? ഇനി ആർക്കും ഒന്നും ചോദിക്കാനില്ലേ? നമ്മുടെ ഡോക്ടർ വന്നിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചോളൂ. ഡോക്ടറെ, ഫൈബ്രോയിഡ് യൂട്രസിന്റെ ബ്ലീഡിങ് ഉള്ളപ്പോ നമ്മൾ എങ്ങനെയാ അത് മാനേജ് ചെയ്യണം? നമുക്ക് നമ്മുടെ മറ്റ് ബ്ലീഡിംഗ് മെഡിസിൻസ് കൊടുക്കാമല്ലോ. നമുക്ക് ഇപ്പം ഇതിനകത്ത് തന്നെ നോസോഡിനെ കൊടുക്കുന്ന ഉസ്ലാഗോ നല്ല മെഡിസിൻ ആണ്. ബ്ലീഡിങ്ങിനകത്ത് ഉസ്ലാഗോ അതൊരു പ്ലാന്റ് നൽകുന്ന നോസോഡാണ്. അങ്ങനെ പല നമ്മൾ ഇൻഡിക്കേറ്റഡ് മെഡിസിൻസ് കൊടുത്തുകൊണ്ട് ചെയ്തിട്ട് ബാക്കി പിന്നെ നമ്മൾ അതിനകത്ത് ഇൻഡിക്കേറ്റഡ് മെഡിസിൻ ആക്ട് ചെയ്ത് വരുമ്പോഴാണ് ഈ നോസോഡ്സിന്റെ സഹായം നമ്മൾ നോക്കുന്നത്. ഞാൻ ഒരു കേസില് ഇതുപോലെ അതിന് മെഡോറിത്തിന്റെ കുറെ സിംറ്റംസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഈ പാംസ് ആൻഡ് സോൾസ് ബേണിങ്ങും പിന്നെ യൂറിനറി ഇൻഫെക്ഷനും എല്ലാം കൂടെ വന്നപ്പം മെഡോറിന് 10 ഒരു ഡോസ് കൊടുത്തു. അപ്പൊ ഈ സിംറ്റംസ് എല്ലാം കുറഞ്ഞു. ഈ ബേണിങ്, ഈ പ്രശ്നങ്ങളെല്ലാം മാറി. പക്ഷെ ഈ യൂട്രൈൻ ബ്ലീഡിങ് കുറഞ്ഞു എങ്കിലും നമുക്കൊരു നല്ല ഒരു റിസൾട്ട് ആയിട്ടില്ല. അതിനുശേഷം ഡോക്ടർ ഒന്നുകൂടെ കേസ് എടുക്കണം. അതിനുശേഷം മെഡോറിന് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ കേസ് എടുക്കണം. അപ്പൊ കുറച്ചുകൂടെ നല്ല ക്ലിയർ പിക്ചർ കിട്ടും. അപ്പൊ നമ്മുടെ നല്ല ബ്ലീഡിംഗ് മെഡിസിൻസ് ഉണ്ടല്ലോ, ഫോസ്ഫറസ് നല്ലതാണ്, ഒക്കെ സിംഗിൾ ഡോസ് ആണെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടും. ചൈന നല്ലതാണ്. ഒരുപാട് മെഡിസിൻസ് ഉണ്ട് ഡോക്ടറെ ഹെമറേജിന്, ഇങ്ങനെ യൂട്രൈൻ ഹെമറേജിന്. അത് നമ്മൾ ഈ മെഡോറിന് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ കേസ് എടുക്കണം. അപ്പൊ അതിന്റെ കറക്റ്റ് പിക്ചർ കിട്ടും. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു. ഓക്കെ ഡോക്ടർ ശോഭ. അടുത്തത് ജയചന്ദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ ചുരുക്കി ചോദിച്ചോളൂ, സമയം കഴിഞ്ഞു. ഹലോ ഡോക്ടർ. ഹലോ ഡോക്ടറെ, സുഖമാണോ? ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. അതെ ഡോക്ടറെ. എന്താ തിരുവനന്തപുരത്തോട്ടൊക്കെ വരാത്തത്? ഇനിയിപ്പോ താണ്ട ഡോക്ടർ ഇങ്ങനെ ചുരുക്കി പറയണമെന്ന് പറഞ്ഞോണ്ട് ഇനിയിപ്പോ എന്ത് പറയാന്. ഇപ്പൊ ഡോക്ടർ ഒരു ബെഡ് വെറ്റിംഗിന്റെ ഒരു കേസ് പറഞ്ഞല്ലോ, അതുപോലെ ഒരു കേസ് എനിക്ക് വന്നായിരുന്നു. ഞാനത് സിന ഹയർ പൊട്ടൻസി കൊടുത്തപ്പോ സിന 10 ഒരു ഡോസ് കൊടുത്തപ്പോ അത് ഒന്നും കഴിക്കത്തില്ല, ഒരു വീട്ടിൽ പോലെ ഇരിക്കുന്ന കുട്ടിയാണ്, അങ്ങനെയൊക്കെ വന്ന് ഉറക്കത്തിലുള്ള അതിന്റെ കംപ്ലൈന്റുകൾ എല്ലാം കൂടെ നോക്കിയപ്പോൾ ഞാൻ സിന ഹയർ പൊട്ടൻസി ഒന്ന് കൊടുത്തു. വളരെ പെട്ടെന്ന് അതിന്റെ കംപ്ലൈന്റുകളെല്ലാം മാറി, ശരിക്കും ആഹാരം കഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവള് നല്ല ഗുണ്ടായിട്ടിരിക്കുന്നു. അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു, അത് പറയാൻ വേണ്ടിയാണ്. ഇനി പലതും പറയണമെന്നുണ്ടായിരുന്നു, നമ്മുടെ ഡോക്ടർ ചുരുക്കാൻ പറഞ്ഞുകൊണ്ട്. ഡോക്ടർ സമയം കഴിയാറായതുകൊണ്ടാണ്. പിന്നെ അതെ കുഴപ്പമില്ല, അതെനിക്ക് മനസ്സിലായില്ല. വിഷയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇനി എന്തെങ്കിലും സംശയങ്ങൾ പറയുന്നില്ല. നേരത്തെ പറഞ്ഞല്ലേ, ലൂക്കോഡോർമ കേസുകൾ വരുമ്പോ ഡോക്ടർ എങ്ങനെ മാനേജ് ചെയ്യും? ഡോക്ടറെ, അതിന് ഞാൻ മിക്കവാറും നമ്മുടെ ഒരു ഞാൻ പറഞ്ഞില്ല, ബേസിലിന് നല്ല മെഡിസിനാണ്. ബേസിലിന് നല്ല മെഡിസിനാണ് ലൂക്കോഡോർമ കേസുകളിൽ. സിഫിലിന് നല്ല മെഡിസിനാണ്. അതിന്റെ പിക്ചർ നോക്കിയിട്ട് ചെയ്യാൻ ഡോക്ടറെ.
ഞാനൊരു സ്പെസിഫിക് ശരി മെഡിസിനിലോട്ട് പോയി. കാര്യം നമ്മള് അതെ അതെ നമ്മൾ എല്ലാ കേസുകളും ഹനുമാൻ പറഞ്ഞ പോലെ തന്നെ ഒരു അൺപ്രജുഡിസ്ഡ് വേയിലാണ് നമ്മൾ എടുക്കുന്നത്. ഒരു കേസ് വരുമ്പോൾ പുതിയ ഒരു കേസ് എന്തെങ്കിലും ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്പെസിഫിക് ഞാൻ മെഡിസിൻസിലോട്ട് ഫ്ലേവർ കൊടുത്തിട്ട് ആഴ്സൽ മാറിയില്ല, നല്ലതാണ്. ആഴ്സൽ ഫ്ലേവർ പെപ്റ്റിയോ നല്ലതാണ്. കൊടുത്തിട്ട് മാറിയില്ല. ഇപ്പൊ ഇപ്പൊ പക്ഷെ അങ്ങനെ ഡോക്ടർ വരുമ്പോൾ പറഞ്ഞ പോലെ ഞാൻ സിഫിലിനെ ഇങ്ങനെ വരുമ്പോൾ ഡോക്ടർ അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള മെഡിസിൻസ് അങ്ങനെ വരുമ്പോൾ ഇതിനിടയ്ക്ക് ഇങ്ങനെയുള്ള നോസോട്സ് കൊടുത്തതിന് ശേഷം വീണ്ടും ആ മെഡിസിൻ കൊടുത്താൽ ട്രൈ ചെയ്താൽ റിസൾട്ട് കിട്ടും. അതെ ഇപ്പൊ ഞാൻ സിഫിലിനെ കൊടുത്തിരിക്കുകയാണ്. അതെ വ്യത്യാസം കാണുന്നുണ്ട്. അതെ. ആ ഓക്കെ. ഓക്കെ, ഓ അടുത്തത് മാഡം ഡോക്ടർ ഗീത MG മാഡം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഹലോ സുനിൽ രാജ്. ഓ മാഡം വളരെ നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഒരു റോൾ ഓഫ് നോസോഡ്സ് ഇൻ അവർ ഡെയിലി പ്രാക്ടീസ് എന്ന് പറയാം. അങ്ങനെ എവിടെയൊക്കെ എന്തൊക്കെ നോസോഡ്സ് എപ്പോൾ യൂസ് ചെയ്യണം, ഏത് പൊട്ടൻസി യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം, എവിടെ യൂസ് ചെയ്തുകൂടാ, എല്ലാം നല്ല കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞു. പിന്നെ കേസ് സ്റ്റഡീസും കൂടെ പറഞ്ഞതുകൊണ്ട് ഈ സിംറ്റംസ് ഓർത്തിരിക്കാനായിട്ട് വളരെ ഇത് ഫലപ്രദമാണ് കേസ് പറഞ്ഞതുകൊണ്ട്. നോസോഡ്സിന്റെ നമ്മുടെ ഡെയിലി പ്രാക്ടീസ് വരുന്ന നോസോഡ്സ് എല്ലാം തന്നെ നല്ല പോലെ പറഞ്ഞു. അതിങ്ങനെ വളരെ എളുപ്പത്തിൽ ഓർക്കാവുന്ന രീതിയിലാണ് പറഞ്ഞത്. കൂടുതൽ പറയാതെ എല്ലാത്തിന്റെയും പോയിന്റ്സ് നല്ല പോലെ പറഞ്ഞു. ഒത്തിരി നാളായി കണ്ടിട്ട് സുനിലിനെ. അതെ മാഡം എന്റെ സ്റ്റുഡന്റ് ആണ് കേട്ടോ. ഓക്കെ മാഡം, മാഡത്തിന് പറഞ്ഞു കഴിഞ്ഞോ? അതെ, പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഒന്നുകൂടെ പറയാം, ട്യൂബർക്കുലീനത്തിന് നോസിൽ ഇറപ്ഷൻസ് പറഞ്ഞല്ലോ, അതുപോലെ പെർസ്പിറേഷൻ ഓൺ നോസും ട്യൂബർക്കുലീനത്തിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ്. പലതരം പനിയൊക്കെ ആയിട്ട് പിള്ളേരെ കൊണ്ടുവരുമ്പോ മൂക്ക് മാത്രം വേർക്കുമെന്ന് പറയും. ട്യൂബർക്കുലീനം കൊടുത്തിട്ട് നല്ല എഫക്റ്റ് കാണുന്നുണ്ട്. പിന്നെ ലാക്ടോസ് ഇൻടോളറൻസ്. പിന്നെ ഞാൻ ഹെയർ ഡൈ അലർജിക്ക് ഇപ്പൊ ട്യൂബർക്കുലീന യൂസ് ചെയ്യുമ്പോ എനിക്ക് പ്രയോജനം കിട്ടിയിട്ടുണ്ട്. സൾഫറിനേക്കാളും നല്ല ട്യൂബർക്കുലീന മാഡം. ട്യൂബർക്കുലീന കിട്ടിയിട്ടുണ്ട് ചിലർക്കൊക്കെ. ഇതൊക്കെയാണ്. പിന്നെ ഇപ്പൊ സമയം കഴിഞ്ഞല്ലോ. ഇനി ഇതുപോലെ നല്ല ക്ലാസ്സസ് ആയിട്ട് വരിക. അപ്പൊ മാഡത്തിന്റെ സ്റ്റുഡന്റിന്റെ ക്ലാസ്സിന് തന്നെ അഭിപ്രായം പറയാനുള്ള ഒരു അവസരം ഉണ്ടായി. അത് വലിയൊരു സന്തോഷമാണ്. ഓക്കെ മാഡം, ഇനി നല്ലൊരു ക്ലാസ് എടുത്ത സുനിൽ രാജ് ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി മറിയാമ്മ ഡോക്ടറെ ക്ഷണിക്കും. മറിയാമ്മ ഡോക്ടറെ. കേട്ടില്ലല്ലേ? വളരെ ഗംഭീരമായിരുന്നു. ഹോമിയോപ്പതി ചികിത്സയിൽ നോസോഡുകളുടെ പങ്ക് എന്ന വിഷയത്തിൽ ഇത്രയും നല്ല രീതിയിൽ ക്ലാസ് എടുത്ത സുനിൽ രാജ് ഡോക്ടർക്ക് IFPHന്റെയും ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, മറിയാമ്മ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അപ്പം നമ്മുടെ സമയം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നല്ല ഒരു ക്ലാസ് എടുത്ത സുനിൽ രാജ് ഡോക്ടർക്ക് ഒരിക്കൽ കൂടി എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള സെഷൻ കൂടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.